Good morning. Good morning. Okay, good morning. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ എവിടെ വരെയാണ് എത്തി ഓർക്കുന്നോ? എവിടെ വരെയാണ് നമ്മൾ കംപ്ലീറ്റ് ചെയ്തത്? പെർഫോമൻസ് മാനേജ്മെന്റ് പ്രോസസ് അല്ലേ ഇനി സ്റ്റാർട്ട് ചെയ്യണ്ടേ? പെർഫോമൻസ് മാനേജ്മെന്റ് പ്രോസസ് അല്ലേ? ഓക്കെ, വായിച്ചു നോക്കിയിരുന്നോ കഴിഞ്ഞ ക്ലാസ്സിൽ എടുത്ത പെർഫോമൻസ് മാനേജ് പ്രോസസ്സിന് മുൻപ് വരെയുള്ള ഭാഗം? നെക്സ്റ്റ് കഴിഞ്ഞ പ്രീവിയസ് ക്ലാസ്സിൽ എടുത്ത കാര്യങ്ങൾ നോക്കിയിരുന്നോ? വായിച്ചു നോക്കിയോ? ക്ലിയർ ആണോ? ഓക്കെ ആണോ? ശരി, ഓക്കെ, ശരി. അപ്പൊ നമ്മള് പെർഫോമൻസ് മാനേജ്മെന്റ് പ്രോസസ് അല്ലോ. നെക്സ്റ്റ് നമ്മൾ പെർഫോമൻസ് മാനേജ്മെന്റ് പ്രോസസ് ആണ് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. അപ്പൊ പെർഫോമൻസ് മാനേജ്മെന്റ് എന്താണ്, അതുമായി ബന്ധപ്പെട്ട ഒബ്ജക്റ്റീവ്സ്, കോൺസെപ്റ്റ്, ഇതൊക്കെ നമ്മൾ പഠിച്ചു കഴിഞ്ഞ കാര്യമാണ്. ഇനി അത് റിപ്പീറ്റ് ചെയ്യുന്നില്ല കേട്ടോ മിസ്. ഇപ്പൊ മേജർ ഒബ്ജക്റ്റീവ്സ് എന്തൊക്കെയാണെന്നൊക്കെ നമ്മൾ പഠിച്ചു. അപ്പൊ ഓൾറെഡി നമുക്കറിയാം ഒരു പെർഫോമൻസ് മാനേജ്മെന്റ് പ്രോസസ് എന്താന്നുള്ളത്, അല്ലെങ്കിൽ ഒരു മാനേജ്മെന്റ് എന്താന്നുള്ളത് നമുക്കറിയാം. ഇനി ഒരു പെർഫോമൻസ് മാനേജ്മെന്റുമായി ബന്ധപ്പെട്ട ആ ഒരു പ്രോസസ് അല്ലെങ്കിൽ ആ ഒരു പ്രക്രിയ ഏതൊക്കെ സ്റ്റേജുകളിലൂടെയാണ് നടക്കുന്നത് എന്നാണ് നമ്മൾ ഇനി പഠിക്കാൻ പോകുന്നത്. അപ്പൊ നോക്കിയേ, പെർഫോമൻസ് മാനേജ്മെന്റ് പ്രോസസ് ഈസ് എ കൊളാബറേറ്റീവ് കമ്മ്യൂണിക്കേഷൻ ബേസ്ഡ് പ്രോസസ് where employees and management work together to plan, monitor and review the employees' objectives, long-term goals, job trajectory and comprehensive contribution to the company. എന്താ ഒരു പെർഫോമൻസ് മാനേജ്മെന്റ് പ്രോസസ് എന്ന് പറഞ്ഞാൽ, ഇവിടെ പെർഫോമൻസ് മാനേജ്മെന്റ് പ്രക്രിയ എന്ന് പറഞ്ഞാൽ കമ്മ്യൂണിക്കേഷൻ ബേസ്ഡ് ആണ്. എന്താണ് നമ്മൾ ഓൾറെഡി പറഞ്ഞിരുന്നു, ഒരു പെർഫോമൻസ് മാനേജ്മെന്റ് പ്രോസസ് എന്ന് പറയുന്നത് ഇരുകൂട്ടരും, അതായത് മാനേജ്മെന്റും എംപ്ലോയീസും തമ്മിൽ ഒരു കമ്മ്യൂണിക്കേഷനെ അടിസ്ഥാനമാക്കി, അല്ലെ, ഒരു ആശയവിനിമയത്തെ അടിസ്ഥാനമാക്കി നടത്തുന്ന ഒരു കൊളാബറേറ്റീവ്, ഒരു സഹകരണത്തോടു കൂടി പ്രവർത്തിക്കുന്ന ഒരു പ്രക്രിയയാണ്. എംപ്ലോയീസ് ആൻഡ് മാനേജ്മെന്റ് വർക്ക് ടുഗദർ. ഇവിടെ രണ്ട് കൂട്ടരും ഒരുമിച്ചിരുന്നു കൊണ്ടാണ് ആ ഒരു ജോബുമായി ബന്ധപ്പെട്ട ഗോൾസ് എന്തൊക്കെ വേണം, എന്തൊക്കെ ഒബ്ജക്റ്റീവ്സ് ആണ് നമ്മൾ നേടിയെടുക്കേണ്ടത്, അത്തരം കാര്യങ്ങളെല്ലാം ഏത് പാതയിലൂടെ കൊണ്ടുപോകണം, അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ. അതുപോലെ തന്നെ ആ ഒരു കമ്പനിക്ക് വേണ്ടിയിട്ട് എന്തൊക്കെ കോൺട്രിബ്യൂഷൻസ് ആണ് ഈ എംപ്ലോയീസ് നൽകേണ്ടത് മുതലായിട്ടുള്ള എല്ലാ കാര്യങ്ങളെയും കുറിച്ചും പ്ലാൻ ചെയ്യുന്നത്, കൃത്യമായിട്ടും പ്ലാൻ ചെയ്യുന്നത്. അതുപോലെ തന്നെ അപ്പൊ അത്തരം കാര്യങ്ങളൊക്കെ പ്ലാൻ ചെയ്യുന്നത് ഒരുമിച്ചായിരിക്കും. എംപ്ലോയീസും മാനേജ്മെന്റും ഒരുമിച്ച് വർക്ക് ചെയ്താണ് ഇതുമായി ബന്ധപ്പെട്ട ആസൂത്രണങ്ങൾ നടത്തുക. മനസ്സിലാവുന്നുണ്ടോ? അതുപോലെ തന്നെ ഇവരുടെ കൃത്യമായിട്ട് എംപ്ലോയീസ് അവരുടെ ആ ഒരു എംപ്ലോയീസിന്റെ ഒബ്ജക്റ്റീവ്സ് എന്തൊക്കെയാണ്, അവരുടെ ലോങ് ടേം ഗോൾസ് അച്ചീവ് ചെയ്യേണ്ട ലോങ് ടേം ഗോൾസ് എന്തൊക്കെയാണ്, അതുപോലെ ജോബ് ട്രാജക്ടറി എന്ന് പറഞ്ഞാൽ ആ ജോലി ചെയ്യുന്ന ആ ഒരു പാത അല്ലെങ്കിൽ ഏത് വഴിയിലൂടെയാണ് ആ ഒരു ഗോൾ അറ്റൈൻ ചെയ്യേണ്ടത്, അതുപോലെ ഇവരുടെ സമഗ്രമായിട്ടുള്ള സംഭാവനകൾ ആ കമ്പനിക്ക് വേണ്ടി എന്തൊക്കെ ഉണ്ടായിട്ടുണ്ട്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഈ ഒരു പ്രക്രിയയിൽ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, മോണിറ്റർ ചെയ്യുന്നുണ്ട്, റിവ്യൂ ചെയ്യുന്നുണ്ട്, നിരീക്ഷിക്കുകയും അവലോകനം നടത്തുകയും ചെയ്യുന്നുണ്ട്. ഒരു പെർഫോമൻസ് മാനേജ്മെന്റ് പ്രോസസ് എന്ന് പറയുമ്പോൾ ഇവിടെ ഒരു മാനേജ്മെന്റിന് മാത്രമല്ല റോള്, അതാണ് നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ടത് കേട്ടോ. ഒരു പെർഫോമൻസ് മാനേജ്മെന്റ് പ്രക്രിയ എന്ന് പറയുമ്പോൾ ഇവിടെ ആ ഒരു മാനേജ്മെന്റിന് മാത്രമല്ല റോള്, അവരൊരു സഹകരണത്തോടു കൂടി എംപ്ലോയീസുമായിട്ട് നല്ല രീതിയിൽ കമ്മ്യൂണിക്കേഷൻ നിലനിർത്തിക്കൊണ്ട് തന്നെ അങ്ങനെ ഒരു പ്രക്രിയയാണ് പെർഫോമൻസ് മാനേജ്മെന്റ് പ്രോസസ് എന്ന് പറയുന്നത്.
ഇവിടെ ഓരോ കാര്യങ്ങളും ഒബ്ജക്റ്റീവ്സ് ഗോൾസ് മുതലായവയൊക്കെ സെറ്റ് ചെയ്യുമ്പോൾ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പ്ലാൻ ചെയ്യുമ്പോഴും ആരുടെ ഇടപെടൽ കൂടി നടത്തുന്നുണ്ട്, അല്ലെങ്കിൽ ആരെ കൂടി ഉൾപ്പെടുത്തുന്നുണ്ട്, ആരെ കൂടി ഉൾപ്പെടുത്തുന്നേ, എംപ്ലോയീസിനെയും കൂടി ഉൾപ്പെടുത്തുന്നുണ്ട്. മനസ്സിലാവുന്നോ? അപ്പൊ എംപ്ലോയീസ് മാനേജ്മെന്റും ഒരുമിച്ച് നിന്നുകൊണ്ടാണ് വർക്ക് ചെയ്തുകൊണ്ടാണ് ഇവിടുത്തെ പ്ലാനുകളും കാര്യങ്ങളും ഒക്കെ പല കാര്യങ്ങളും ആസൂത്രണം ചെയ്യുന്നത്, നടപ്പിലാക്കുന്നത്. നമ്മൾ ആ ഒരു പ്രോസസ്സ് പഠിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും കേട്ടോ. ഓരോ സ്റ്റേജ് അല്ലെങ്കിൽ ഓരോ പ്രോസസ്സുകളുടെ ഓരോ സ്റ്റേജുകൾ കഴിയുമ്പോൾ അവര് അതാത് ഫീഡ്ബാക്കുകൾ എടുക്കുന്നുണ്ട്. അതായത് എംപ്ലോയീസിൽ നിന്നോ രണ്ട് കൂട്ടരും അവരുടേതായിട്ടുള്ള ഫീഡ്ബാക്കുകൾ കൊടുക്കുന്നുണ്ട്, സ്വീകരിക്കുന്നുണ്ട്. അപ്പൊ അത്തരത്തിൽ ഓരോ പ്രക്രിയയും വളരെ നല്ല രീതിയിൽ തന്നെ എംപ്ലോയീസിനെയും കൂടി പാർട്ടിസിപ്പേറ്റ് ചെയ്തുകൊണ്ട് അവരെയും കൂടി ഉൾപ്പെടുത്തി മാനേജ്മെന്റും എംപ്ലോയീസും ഒരുമിച്ച് വർക്ക് ടുഗദർ ടു പ്ലാൻ, അല്ലെ, ആസൂത്രണം ചെയ്യാനും പല കാര്യങ്ങളും അവിടെ നടപ്പിലാക്കാനും അവർ ഒരുമിച്ച് നിന്നാണ് പ്രവർത്തിക്കുന്നത്. അപ്പൊ അതാണ് ഈ ഒരു പ്രോസസ്സിന്റെ വളരെ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. അത് തന്നെ കൊളാബറേറ്റീവ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ ബേസ്ഡ് പ്രോസസ് ആണ് കേട്ടോ. അതൊന്ന് അണ്ടർലൈൻ ചെയ്തിട്ടേക്കാം, പോയിന്റ് ചോദിക്കാറുണ്ട്. അപ്പൊ ഒന്ന് വേഗം വായിച്ചു നോക്കിയേ പെർഫോമൻസ് മാനേജ്മെന്റ് പ്രോസസ് എന്താണെന്നുള്ളത് വായിച്ചു നോക്കി. അതിനുശേഷം നമുക്ക് ഓരോ സ്റ്റേജസിലേക്ക് പോവാം. വായിച്ചു കഴിയുമ്പോൾ ഒന്ന് റിപ്ലൈ ചെയ്യണേ. എന്താന്ന് മനസ്സിലാക്കിയാൽ മാത്രമേ നമുക്ക് ബാക്കിയുള്ളത് കംപ്ലീറ്റ് പറയുമ്പോൾ നിങ്ങൾക്കൊന്ന് കണക്ട് ചെയ്യാൻ പറ്റുള്ളൂ കേട്ടോ. അപ്പൊ പെർഫോമൻസ് മാനേജ്മെന്റ് പ്രോസസ് ഓൾറെഡി നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ എടുത്തതാണ്. അപ്പൊ അതൊക്കെ ഒന്ന് മനസ്സിൽ വെച്ചിട്ട് വേണം ആ ഒരു പ്രോസസ് എന്തൊക്കെയാണെന്നുള്ളത് പഠിക്കാനായിട്ട്. വായിച്ചു കഴിഞ്ഞോ? ഓക്കെ, ശരി. അപ്പോ നമ്മള് ഓരോ പ്രോസസ്സിലേക്ക് പോവാണ് കേട്ടോ, കിടക്കുകയാണ്. ഫസ്റ്റ് വൺ ആണ് പ്ലാനിങ്. അപ്പൊ നിങ്ങൾ നോക്കിയേ, മെയിൻ ആയിട്ടുള്ള കുറച്ച് പ്രോസസ്സുകളായിട്ട് ഒരു 1 by 1 ആയിട്ടാണ് നമ്മളത് കറക്റ്റ് ഓർഡറിൽ തന്നെയാണ് കേട്ടോ പറഞ്ഞു പോകുന്നത്. പ്ലാനിങ്, അതുപോലെ തന്നെ സെക്കൻഡ് വൺ ആണ് കോച്ചിങ്, തേർഡ് വൺ ആണ് റിവ്യൂയിങ്, ആൻഡ് ഫോർത്ത് വൺ ആണ് നോക്കിയേ ആക്ഷൻ. ഈ പ്രധാനപ്പെട്ട 4 പ്രോസസ്സുകളാണ് പെർഫോമൻസ് മാനേജ്മെന്റ് പ്രോസസ്സിൽ വരുന്നത്. ഒന്നാമത് ഏതായിരുന്നു? ഫസ്റ്റ് വൺ ഏതാണ് ഫസ്റ്റ് വൺ നമ്മൾ പറഞ്ഞത്? ഫസ്റ്റ് വൺ ഏതാ പറഞ്ഞേ? പ്ലാനിങ് അല്ലെ? ഫസ്റ്റ് വൺ പ്ലാനിങ്. സെക്കൻഡ് വൺ എന്താ പറഞ്ഞത്? കോച്ചിങ് കേട്ടോ. അപ്പൊ അതൊന്ന് മനസ്സിൽ വെച്ചേക്കണം കേട്ടോ. ഇങ്ങനെയാണെങ്കിലും ചോദിക്കുകയാണെങ്കിലും നിങ്ങളത് പ്ലാനിങ് എന്താണ്, കോച്ചിങ് ആണ്, അതിന്റെ ഉള്ളിൽ കുറെ അധികം സ്റ്റേജസ് വരുന്നുണ്ട്. അപ്പൊ അത് നമ്മൾ പഠിക്കുന്ന സമയത്ത് മിസ് പറഞ്ഞാൽ ഇപ്പൊ പ്രധാനമായിട്ടും 4 പ്രോസസ് ആണ്. പ്ലാനിങ് കൃത്യമായിട്ടുള്ള ഓർഡറിലാണ് കേട്ടോ എന്ന് പറയുന്നത്. പ്ലാനിങ്, കോച്ചിങ്, റിവ്യൂവിങ്.
ഹലോ, ഇപ്പൊ കേൾക്കാമോ? കേൾക്കുന്നുണ്ടോ? ഓക്കെ, ചെറിയ ടെക്നിക്കൽ ഇഷ്യൂ വന്നാണ് കേട്ടോ. ഓക്കെ, അപ്പൊ നമ്മള് പെർഫോമൻസ് മാനേജ് പ്രോസസ്സിന്റെ 4 പ്രോസസ്സുകളാണ് പ്രധാനമായിട്ട് പറഞ്ഞുകൊണ്ടിരുന്നത്. പ്ലാനിങ്, കോച്ചിങ്, റിവ്യൂവിങ് ആൻഡ് ആക്ഷൻ. ഈ 4 പ്രധാനപ്പെട്ട പ്രോസസ്സുകൾ എന്ന് പറയുന്നത്. കറക്റ്റ് ഒരു ഓർഡറിൽ തന്നെയായിട്ട് പഠിച്ചു വെക്കുക കേട്ടോ. അതില് ഫസ്റ്റ് പ്രോസസ് ആണ് പ്ലാനിങ്. ഈ പ്ലാനിങ്ങിനെ നമ്മൾ കുറച്ച് സ്റ്റേജസ് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഫസ്റ്റ് ആണ് നമ്മൾ പ്ലാനിങ് ആണ് നോക്കാൻ പോകുന്നത്. അതിനെ കുറച്ച് സ്റ്റേജസ് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അപ്പൊ അതിൽ ഫസ്റ്റ് ആണ് ദ ഡിഫൈനിങ് സ്റ്റേജ്. എന്താ? നിർവചിക്കുന്ന ഘട്ടം അല്ലെങ്കിൽ ഡിഫൈനിങ് സ്റ്റേജ് എന്ന് പറഞ്ഞാല് ദ പെർഫോമൻസ് മാനേജ്മെന്റ് പ്രോസസ് സ്റ്റാർട്ട് വിത്ത് ദ പ്ലാനിങ് സ്റ്റേജ്. അല്ലെ? ഒരു പെർഫോമൻസ് മാനേജ്മെന്റ് പ്രോസസ് എന്ന് പറയുന്നത് എന്ത് കാര്യവും സ്റ്റാർട്ട് ചെയ്യുന്നത് എന്തിൽ തന്നെയാ? പ്ലാനിങ് സ്റ്റേജിലല്ലേ? അല്ലെ? എന്ത് കാര്യവും നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് ഒരു പ്ലാനിങ് സ്റ്റേജിൽ വെച്ചല്ലേ? ആണോ? എന്താ നമ്മൾ പ്ലാനിങ്ങിലല്ലേ സ്റ്റാർട്ട് ചെയ്യുന്നത്, അല്ലെ? അപ്പൊ ഇവിടെയും ഒരു പെർഫോമൻസ് മാനേജ്മെന്റ് പ്രോസസ്സ് എന്തിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്? പ്ലാനിങ് സ്റ്റേജിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. Then HR and management need to specify the job.
ഓക്കെ, സോറി, ഒരു ഇഷ്യൂ വന്നതാണ് കേട്ടോ. ഓക്കെ, അപ്പൊ നമ്മൾ പ്ലാനിങ് സ്റ്റേജ് ആണ് പറഞ്ഞുകൊണ്ടിരുന്നത് അല്ലെ. അപ്പൊ പ്ലാനിങ്ങില് ഫസ്റ്റ് സ്റ്റേജ്, അതായത് ഡിഫൈനിങ് സ്റ്റേജ് കേട്ടോ. അപ്പൊ അതിൽ ഡിഫൈനിങ് സ്റ്റേജ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ഡിഫൈനിങ് ചെയ്യാന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? നമ്മൾ എന്ത് ഗോളാണോ അല്ലെങ്കിൽ എന്ത് ഒബ്ജക്റ്റീവ് ആണോ നമ്മൾ അറ്റൈൻ ചെയ്യേണ്ടത് അല്ലെ, അത് ആദ്യം എന്ത് ചെയ്യണം? നിർണയിക്കണോ? അല്ലെങ്കിൽ നമുക്ക് എന്താണോ അച്ചീവ് ചെയ്യാനുള്ളത് അത് ഡിഫൈൻ ചെയ്യുക. അതായത് അവിടുത്തെ എംപ്ലോയീസ് എന്ത് ജോലിയാണ് ചെയ്യേണ്ടത്, അവരുടെ ലോങ് ടേം ആൻഡ് ഷോർട്ട് ടേം ആയിട്ടുള്ള ഗോൾസ് എന്തൊക്കെയാണ് നേടിയെടുക്കാനുള്ളത്, പ്രധാനപ്പെട്ട അതുമായി ബന്ധപ്പെട്ട ഒബ്ജക്റ്റീവ്സ് എന്തൊക്കെയാണ്, ആ ജോബുമായി ബന്ധപ്പെട്ട മറ്റു കാര്യങ്ങൾ, ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളെയും എന്ത് ചെയ്യുന്നു? സ്പെസിഫൈ ചെയ്ത് പറയാണ്, അല്ലെങ്കിൽ സ്പെസിഫൈ ചെയ്തത് നിർവചിക്കുന്ന ഘട്ടമാണ് ദ ഡിഫൈനിങ് സ്റ്റേജ് എന്ന് പറയുന്നത്. നോക്കിയേ, ദ പെർഫോമൻസ് മാനേജ്മെന്റ് പ്രോസസ് സ്റ്റാർട്ട് വിത്ത് ദ പ്ലാനിങ് സ്റ്റേജ്. ഒരു പെർഫോമൻസ് മാനേജ്മെന്റ് പ്രോസസ് എന്ന് പറയുന്നത് പ്ലാനിങ് സ്റ്റേജോട് കൂടിയാണ് ആരംഭിക്കുന്നത്. Then HR and management need to specify the job itself. ആ ജോലി എന്ത് ജോലിയാണോ അവിടുത്തെ എംപ്ലോയീസ് ചെയ്യേണ്ടത് അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങള് HR ആൻഡ് മാനേജ്മെന്റ് വ്യക്തമാക്കിയിരിക്കണം. അതോടൊപ്പം തന്നെ ഇൻക്ലൂഡിങ് എ കോംപ്രഹെൻസീവ് ഡിസ്ക്രിപ്ഷൻ, ആ ജോലിയെ കുറിച്ചുള്ള ഒരു സമഗ്രമായ വിവരണം ഉണ്ടായിരിക്കണം. ലോങ് ടേം ആൻഡ് ഷോർട്ട് ടേം ആയിട്ടുള്ള ഗോൾസ്, അച്ചീവ് ചെയ്യേണ്ട ഗോൾസ് അല്ലെങ്കിൽ ലക്ഷ്യങ്ങൾ എന്താണെന്നുള്ളത് ഉണ്ടായിരിക്കണം. അതുപോലെ ഐഡന്റിഫൈ കീ ഒബ്ജക്റ്റീവ്സ്, പ്രധാനപ്പെട്ട ഒബ്ജക്റ്റീവ്സ് എന്തൊക്കെയാണ്, ഡെവലപ്പ് ക്ലിയർ മെട്രിക്സ് ഫോർ ഹൗ ദീസ് ഒബ്ജക്റ്റീവ് ആൻഡ് ഗോൾസ് വിൽ ബി ഡിറ്റർമൈൻഡ്. അതുപോലെ തന്നെ ആ ഒബ്ജക്റ്റീവ്സ് സെറ്റ് ചെയ്തിട്ടുണ്ടാവണം. അതുപോലെ ഇത്തരം ഒബ്ജക്റ്റീവ്സ് അല്ലെങ്കിൽ ഗോൾസ് ഒക്കെ നിർണ്ണയിക്കുന്നതുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ഗോൾസ് അച്ചീവ് ചെയ്തെടുക്കാൻ പറ്റുന്നുണ്ടോ, എന്തൊക്കെ ഒബ്ജക്റ്റീവ്സ് നമ്മൾ നേടിയെടുത്തു അല്ലെങ്കിൽ ആ ലക്ഷ്യങ്ങൾ എന്തൊക്കെ പൂർത്തിയാക്കി, ഇത് അറിയുന്നതിന് വേണ്ടിയിട്ട് ഒരു ക്ലിയർ ആയിട്ടുള്ള ഒരു മെട്രിക്സ് അല്ലെങ്കിൽ ഒരു മെഷർമെന്റ് എന്തൊക്കെയായിരിക്കണം, എന്തൊക്കെ മെഷേഴ്സ് ഉപയോഗിച്ച് നമുക്കത് വിലയിരുത്താൻ പറ്റും മുതലായ കാര്യങ്ങൾ വികസിപ്പിക്കുകയാണ് ഡിഫൈനിങ് സ്റ്റേജിലൂടെ പറയുന്നത്. ഗോൾ ഷുഡ് ബി ക്ലിയർ. അപ്പൊ എപ്പോഴും നമ്മൾ ഒരു ഗോൾ സെറ്റ്, ഇതൊക്കെ ആദ്യമേ പ്ലാൻ ചെയ്യുമ്പോൾ നമ്മൾ ഒന്നും പ്രാവർത്തികമാക്കല്ല ചെയ്യാം അല്ലെ, എല്ലാം സെറ്റ് ചെയ്ത് വെക്കുകയാണ് ചെയ്യാം, ശരിയല്ലേ? ഇപ്പൊ നമ്മൾ ഒരു ടൂർ പോവാൻ പോവാണ്, ആദ്യം നമ്മൾ പ്ലാൻ ചെയ്യല്ലേ ചെയ്യുന്നത് അല്ലെ? ആണോ? ജസ്റ്റ് ഒന്ന് കണക്ട് ചെയ്യാൻ വേണ്ടി മിസ് പറഞ്ഞാണ് കേട്ടാ. അപ്പൊ നമ്മളെല്ലാം പ്ലാൻ ചെയ്ത് വെക്കാല്ലേ ചെയ്യാം. അപ്പൊ അത് ഇത്ര പേർക്കിടെ ഇന്ന ദിവസം പോവാം അല്ലെ, ഇത്ര പേരടങ്ങിയ ആ ഒരു ഗ്രൂപ്പായിട്ട് നമുക്ക് പോവാം, അതിൽ ഇത്ര പേരുണ്ടാവും, അതുകൊണ്ട് തന്നെ അതിനനുസരിച്ചുള്ളൊരു വാഹനം ഇതായിരിക്കണം, അങ്ങനെ നമ്മൾ പ്ലാൻ ചെയ്യില്ലേ, എല്ലാം പ്ലാൻ ചെയ്ത് വെക്കില്ലേ? അത് തന്നെയാണ് ഇവിടെയും ചെയ്യുന്നത്. ഡിഫൈനിങ് സ്റ്റേജില് എന്താണോ ആ ഒരു ജോലി, ആ ജോലിയുമായി ബന്ധപ്പെട്ട പൂർണ്ണമായിട്ടുള്ള സമഗ്രമായ വിവരണം ഉണ്ടായിരിക്കും. അതുമായി ബന്ധപ്പെട്ട ലോങ് ടേം ആൻഡ് ഷോർട്ട് ടേം ആയിട്ടുള്ള ഗോൾസ് എന്തൊക്കെയായിരിക്കണം എന്ന് സെറ്റ് ചെയ്യുന്നു, എന്തൊക്കെയായിരിക്കണം ഒബ്ജക്റ്റീവ്സ് എന്ന് സെറ്റ് ചെയ്യുന്നു. അതുപോലെ തന്നെ ഇത്തരം ഗോൾസും ഒബ്ജക്റ്റീവ്സും ഒക്കെ നേടിയെടുത്തോ എന്നറിയുന്നതിന് വേണ്ടി നമുക്ക് എന്തൊക്കെ മെഷേഴ്സ് അല്ലെങ്കിൽ എന്തൊക്കെ മെഷേഴ്സ് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് അളക്കാൻ പറ്റും, അത് നമ്മൾ കൃത്യമായിട്ട് സെറ്റ് ചെയ്ത് വെക്കുന്നു. അപ്പൊ ഒരു ഗോൾ എപ്പോഴും സെറ്റ് ചെയ്യുമ്പോൾ നമ്മൾ പറഞ്ഞു ഓൾറെഡി നമ്മൾ ഇതെല്ലാം ഡിഫൈൻ ചെയ്യാണ് അല്ലെങ്കിൽ നിർവചിച്ച് അതിനുമായി ബന്ധപ്പെട്ട വിവരണങ്ങൾ തയ്യാറാക്കി സ്പെസിഫൈ ചെയ്ത് വെക്കുന്നു. അത്രയുള്ള ഡിഫൈനിങ് സ്റ്റേജിൽ വേറെ പ്രാവർത്തികമാക്കോ അല്ലെങ്കിൽ നടപ്പിലാക്കോ ഒന്നും ചെയ്യുന്നില്ല. അപ്പൊ ഇവിടെ നമ്മളൊരു ഗോൾ സെറ്റ് ചെയ്യുന്നുണ്ട്. അപ്പൊ അങ്ങനെ ഗോളും ഒബ്ജക്റ്റീവ്സ് ഒക്കെ സെറ്റ് ചെയ്യുമ്പോൾ ഷുഡ് ബി ക്ലിയർ. എപ്പോഴും ഒരു ഗോൾ സെറ്റ് ചെയ്യുമ്പോൾ അത് വളരെ വ്യക്തമായിരിക്കണം. ഡൺ ഇൻ എ സ്മാർട്ട് ഫോർമാറ്റ്. അതുപോലെ തന്നെ ഇതൊരു സ്മാർട്ട് ഫോർമാറ്റിലായിരിക്കണം ഇത് പൂർത്തിയാക്കേണ്ടത് അല്ലെങ്കിൽ രൂപീകരിക്കേണ്ടത്. ആ സ്മാർട്ട് ഫോർമാറ്റ് എന്താണെന്നുള്ളത് ആ ബ്രാക്കറ്റിൽ കൊടുത്തിരിക്കുന്നത് നിങ്ങൾ അണ്ടർലൈൻ ചെയ്തിട്ട് ഇത് എപ്പോഴും ചോദിക്കാറുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ആ സ്മാർട്ടിന്റെ ആ ഒരു സ്പെല്ലിംഗ് വെച്ച് നിങ്ങളൊന്ന് നോക്കിയേ, എങ്ങനെയാണ് സ്മാർട്ട് വന്നിരിക്കുന്നത്? എസ് എന്തിനെ സൂചിപ്പിക്കുന്നു? എസ് ഫോർ സ്പെസിഫിക് കേട്ടോ. സ്പെസിഫിക് ആയിട്ട് ഒരു ഗോൾ എപ്പോഴും നമ്മൾ സെറ്റ് ചെയ്യുമ്പോൾ അത് എങ്ങനെയായിരിക്കണം? സ്മാർട്ട് ഫോർമാറ്റിലായിരിക്കണം. അതായത് സ്പെസിഫിക് ആയിരിക്കണം, മെഷറബിൾ ആയിരിക്കണം, അറ്റൈനബിൾ ആയിരിക്കണം, റെലവന്റ് ആയിരിക്കണം, ടൈം ബേസ്ഡ് ആയിരിക്കണം. മനസ്സിലാവുന്നോ? അപ്പൊ ആ സ്മാർട്ട് ഫോർമാറ്റിന്റെ എക്സ്പാൻഡ് ചെയ്താണ് കേട്ടോ നമ്മൾ പറയുന്നത്. അത് വളരെ ഇമ്പോർട്ടന്റ് ആണ്, ചോദിക്കാറുള്ള ക്വസ്റ്റ്യൻ ആണ്. ഇതിൽ നിന്നായതുകൊണ്ട് പലരും അത് ശ്രദ്ധിക്കാറില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ ഇമ്പോർട്ടന്റ് ആണെന്നൊന്ന് എഴുതി വെച്ചേക്കാം കേട്ടോ. സ്മാർട്ട് ഫോർമാറ്റ് ചോദിക്കാറുള്ള ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. സ്മാർട്ട് ഫോർമാറ്റില് സ്മാർട്ടില് എസ് എന്ന് പറഞ്ഞാല് സ്പെസിഫിക്,
M എന്ന് പറഞ്ഞാൽ മെഷറബിൾ, E എന്ന് പറഞ്ഞാൽ അറ്റൈനബിൾ, എന്ന് പറഞ്ഞാൽ റെലവന്റ് ആൻഡ് ടൈം ബേസ്ഡ്, T എന്ന് പറഞ്ഞാൽ ടൈം ബേസ്ഡ് കേട്ടോ. അപ്പൊ ഗോൾസ് എപ്പോഴും നമ്മൾ പറഞ്ഞു, ഗോൾസ് എപ്പോഴും വളരെ ക്ലിയർ ആയിരിക്കണം. അതായത് ഇതൊരു സ്മാർട്ട് ഫോർമാറ്റിലായിരിക്കണം തയ്യാറാക്കേണ്ടത് നമ്മൾ പറഞ്ഞല്ലോ. അതിൽ എന്തായിരിക്കും അപ്പോ സ്മാർട്ടിന് സ്പെസിഫിക് എന്ന് പറയുന്നത്? പ്രത്യേകമായിട്ടുള്ള ഗോളുകളായിരിക്കും അല്ലെ. ഓരോ ഗോൾസും സ്പെസിഫിക് ആയിരിക്കണം, ഓരോ ഗോൾസും വ്യത്യസ്തമായ ഗോൾസ് ആയിരിക്കണം. അതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. എല്ലാത്തിനും ഒരു സ്പെസിഫിസിറ്റി അല്ലെങ്കിൽ ഒരു വ്യത്യസ്തത അല്ലെങ്കിൽ ഒരു സ്പെസിഫിക് ആയിട്ടുള്ള ഒരു ഗോൾ ആയിരിക്കണം നമ്മൾ എപ്പോഴും സെറ്റ് ചെയ്യേണ്ടത്. അതുപോലെ തന്നെ മെഷറബിൾ ആയിരിക്കണം. നമുക്ക് എന്ത് ചെയ്യാൻ പറ്റണം? അത് പൂർത്തിയാക്കിയോ, അത് ഏത് സ്റ്റേജ് വരെ ആയി എന്നൊക്കെ നമുക്ക് അളക്കാൻ സാധിക്കുന്നതായിരിക്കണം, മെഷർ ചെയ്തെടുക്കാൻ സാധിക്കുന്നതായിരിക്കണം. അതോടൊപ്പം തന്നെ അറ്റൈനബിൾ ആയിരിക്കണം. എന്താണ്? നമുക്ക് നേടിയെടുക്കാൻ പറ്റുന്നതായിരിക്കണം അല്ലെ. നമ്മളൊരു ഗോൾ സെറ്റ് ചെയ്യുമ്പോൾ നേടിയെടുക്കാൻ പറ്റാത്ത ഒരു ലക്ഷ്യം വെച്ചത് കൊണ്ട് കാര്യമുണ്ടോ? നമുക്ക് നേടിയെടുക്കാൻ പറ്റുമെന്ന് തോന്നുന്ന രീതിയിലുള്ള ഗോൾസ് അല്ലേ നമ്മൾ സെറ്റ് ചെയ്യേണ്ടത് അല്ലെ. നമ്മുടെ ലൈഫിലാണെങ്കിൽ നമുക്ക് നേടിയെടുക്കാൻ പറ്റും എന്ന് തോന്നുന്നതല്ലേ നമ്മൾ സെറ്റ് ചെയ്യേണ്ടത്, ആണോ? അപ്പൊ അതുപോലെ അറ്റൈൻ ചെയ്യാൻ പറ്റുമോ, നമുക്കത് നേടിയെടുക്കാൻ സാധിക്കുമോ? അത്തരത്തില് നേടിയെടുക്കാൻ പറ്റുന്ന രീതി ഇത്തിരി ബുദ്ധിമുട്ടാണെങ്കിൽ പോലും നമുക്കത് നേടിയെടുക്കാൻ സാധിക്കുമെങ്കിൽ അത്തരം ഗോൾസ് നമുക്ക് സെറ്റ് ചെയ്യാവുന്നതാണ്. അതുപോലെ റെലവന്റ് ആണോ, പ്രസക്തമായിട്ടുള്ള ഗോളാണോ അല്ലെ. അറ്റ് പ്രസന്റ് നമുക്കത് റെലവൻസ് ഉണ്ടോ, അതിനൊരു പ്രസക്തി ഉണ്ടോ ആ ഒരു ലക്ഷ്യത്തിന് എന്ന് കൂടി നോക്കണം. അതുപോലെ ടൈം ബേസ്ഡ്, വളരെ സമയബന്ധിതമായിട്ട് നമുക്കിത് പൂർത്തിയാക്കാൻ സാധിക്കുമോ അല്ലെങ്കിൽ നേടിയെടുക്കാൻ സാധിക്കുമോ എന്ന് കൂടി മനസ്സിലാക്കിയിട്ട് വേണം. അല്ലാതെ ഒരു ഗോൾ സെറ്റ് ചെയ്തു അത് നമുക്ക് പ്രത്യേകമായിട്ടുള്ള സാധാരണ എല്ലാത്തിനെയും പോലെ തന്നെയുള്ള ഒരുപോലെയുള്ള ഒരു ഗോളാണ് നമ്മൾ സെറ്റ് ചെയ്തേ, അത് നമുക്ക് ചിലപ്പോ ഇത്തിരി ബുദ്ധിമുട്ടായിട്ടുള്ള ഒരു ഗോളാണ് നമ്മൾ സെറ്റ് ചെയ്തത്, നമുക്ക് ചിലപ്പോൾ അത് നേടിയെടുക്കാൻ സാധിക്കണമെന്നില്ല. മാക്സിമം എടുത്താൽ പോലും ചിലപ്പോൾ അത് നേടിയെടുക്കാൻ സാധിക്കണമെന്നില്ല. ചിലപ്പോൾ അത് വളരെ പ്രസക്തമായിട്ട് ആയിരിക്കണം എന്നില്ല. അതുപോലെ തന്നെ ചിലപ്പോൾ നമുക്ക് വളരെ സമയബന്ധിതമായിട്ട് ചിലപ്പോൾ അത് പൂർത്തിയാക്കാൻ സാധിക്കണമെന്നില്ല. ഒരുപാട് സമയം എടുത്ത് ഒരുപാട് നാളുകളോട് എടുത്ത് വേണമായിരിക്കും ചിലപ്പോൾ അത് പൂർത്തിയാക്കേണ്ടി വരിക. അപ്പൊ അത്തരത്തിലുള്ള കാര്യങ്ങളൊന്നും ഇവിടെ പാടില്ല. എപ്പോഴും നമ്മളൊരു ജോബുമായി ബന്ധപ്പെട്ട കോഴ്സ് സെറ്റ് ചെയ്യുമ്പോൾ അത് എന്ത് ഫോർമാറ്റിലായിരിക്കണം എന്നാ പറഞ്ഞേ? സ്മാർട്ട് ഫോർമാറ്റിലായിരിക്കണം, സ്പെസിഫിക് ആയിരിക്കണം, പ്രത്യേകമായിട്ടുള്ള ഗോൾസ് ആയിരിക്കണം നമ്മൾ സെറ്റ് ചെയ്യേണ്ടത്. മെഷറബിൾ ആയിരിക്കണം, നമുക്ക് അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ മെഷർ ചെയ്തെടുക്കാൻ സാധിക്കണം. മൂന്നാമത് എന്താ? അറ്റൈനബിൾ ആയിരിക്കണം, നമുക്ക് നേടിയെടുക്കാൻ സാധിക്കുന്നവയായിരിക്കണം. റെലവന്റ് ആയിരിക്കണം, പ്രസക്തമായിരിക്കണം. അതുപോലെ ടൈം ബേസ്ഡ്, വളരെ സമയബന്ധിതമായി തന്നെ നമുക്കത് പൂർത്തിയാക്കാൻ സാധിക്കുന്നവയും ആയിരിക്കണം. ആൻഡ് എ ക്ലിയർ പെർഫോമൻസ് സ്റ്റാൻഡേർഡ് ഷുഡ് ബി സെറ്റ്. അതുപോലെ തന്നെ അവിടുത്തെ എംപ്ലോയീസിന്റെ പെർഫോമൻസുമായി ബന്ധപ്പെട്ട കാര്യങ്ങള് വിലയിരുത്തുന്നതിന് വേണ്ടിയിട്ട് ഒരു പെർഫോമൻസുമായി ബന്ധപ്പെട്ട സ്റ്റാൻഡേർഡ്സ് അല്ലെങ്കിൽ മാനദണ്ഡങ്ങളും വളരെ വ്യക്തമായി തന്നെ സെറ്റ് ചെയ്തിരിക്കണം. ക്ലിയർ ആവുന്നോ? അപ്പൊ ഡിഫൈനിങ് സ്റ്റേജിൽ എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞത്? അവിടെ പെർഫോമൻസ് മാനേജ്മെന്റ് പ്രോസസ് എന്ന് പറയുന്നത് പ്ലാനിങ് സ്റ്റേജോട് കൂടിയാണ് ആരംഭിക്കുന്നത്. അപ്പൊ അതിലെ ഒന്നാമത്തെ സ്റ്റേജ് ആണ് ഡിഫൈനിങ് സ്റ്റേജ് എന്ന് പറയുന്നത്. ഡിഫൈനിങ് സ്റ്റേജില് HR ആൻഡ് മാനേജ്മെന്റ് എന്ത് ചെയ്യുന്നു? ആ ജോബുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം എന്ത് ചെയ്യുന്നു? സ്പെസിഫൈ ചെയ്യുന്നു, അല്ലെങ്കിൽ പ്രത്യേകമായിട്ട് തന്നെ സ്പെസിഫൈ ചെയ്ത് വിവരിക്കുന്നു. അപ്പൊ അത് ആ ജോലിയുമായി ബന്ധപ്പെട്ട അവരുടെ സമഗ്രമായിട്ടുള്ള ഒരു വിവരണം ഉണ്ടായിരിക്കണം. അതുപോലെ അവർ അറ്റൈൻ ചെയ്യേണ്ട ലോങ് ടേം ആൻഡ് ഷോർട്ട് ടേം ആയിട്ടുള്ള ഗോൾസ് എന്തൊക്കെയാണെന്ന് സെറ്റ് ചെയ്യണം. അതുപോലെ പ്രധാനപ്പെട്ട കീ ഒബ്ജക്റ്റീവ്സ് എന്തൊക്കെയാണെന്ന് തിരിച്ചറിയണം. അതുപോലെ ഇവയെല്ലാം മെഷർ ചെയ്യുന്നതിന് വേണ്ടിയുള്ള മെട്രിക്സ് അല്ലെങ്കിൽ വ്യക്തമായിട്ടുള്ള ഒരു മെഷേഴ്സ് ഡെവലപ്പ് ചെയ്തിരിക്കണം. അതുമായി ബന്ധപ്പെട്ട ഗോൾസ്, മറ്റു കാര്യങ്ങൾ, ഒബ്ജക്റ്റീവ്സ് കാര്യങ്ങളൊക്കെ എങ്ങനെ നമുക്ക് പൂർത്തിയാക്കിയിട്ടുണ്ടോ, അതെങ്ങനെ നമുക്ക് നിർണ്ണയിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള എല്ലാ മെഷേഴ്സും സെറ്റ് ചെയ്തിരിക്കണം. അപ്പൊ ഇത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ സെറ്റ് ചെയ്ത് വെക്കുന്നതാണ് ഡിഫൈനിങ് സ്റ്റേജിലൂടെ. അപ്പൊ നമ്മൾ എപ്പോഴും ഒരു ഗോൾ സെറ്റ് ചെയ്യുമ്പോൾ അത് വ്യക്തമായിരിക്കണം. ആൻഡ് ഡൺ ഇൻ എ സ്മാർട്ട് ഫോർമാറ്റ്. സ്മാർട്ട് ഫോർമാറ്റിലായിരിക്കണം അത് രൂപീകരിക്കേണ്ടത്. എന്താണ് സ്മാർട്ട് ഫോർമാറ്റ്? സ്പെസിഫിക്, മെഷറബിൾ, അറ്റൈനബിൾ, റെലവന്റ് ആൻഡ് ടൈം ബേസ്ഡ് ഫോർമാറ്റിലായിരിക്കണം അത് ഫോർമാറ്റിലായിരിക്കണം അത് എന്ത് ചെയ്യേണ്ടത്? ചെയ്തെടുക്കേണ്ടത്. അതോടൊപ്പം തന്നെ ക്ലിയർ പെർഫോമൻസ് സ്റ്റാൻഡേർഡ് ഷുഡ് ബി സെറ്റ്. അവിടുത്തെ എംപ്ലോയീസിന്റെ പെർഫോമൻസുമായി ബന്ധപ്പെട്ട സ്റ്റാൻഡേർഡ്സ്, ഏത് രീതിയിലുള്ള പെർഫോമൻസ് അവർ കാഴ്ചവെക്കണം, ഏത് ലെവൽ ഓഫ് സ്റ്റാൻഡേർഡ് അവർ കീപ്പ് ചെയ്യണം, അത്തരത്തിലുള്ള കാര്യങ്ങളും ഓൾറെഡി നമ്മൾ ആ പ്ലാനിങ് സ്റ്റേജോട് കൂടി തന്നെ സെറ്റ് ചെയ്ത് വെക്കുന്നു. ക്ലിയർ ആണോ ഡിഫൈനിങ് സ്റ്റേജ് എന്താന്നുള്ളത്?
മനസ്സിലായോ? ഓക്കെ ആണോ? ഡിഫൈനിങ് സ്റ്റേജ് ഒന്ന് മനസ്സിലാക്കി പോണേ, കണക്ട് ചെയ്ത് പോണേ. Then second വണ്ണിലേക്ക് പോവാലോ. The feedback stage. അപ്പൊ ഫീഡ്ബാക്ക് സ്റ്റേജ് എന്തായിരിക്കും? ഫീഡ്ബാക്ക് കൊടുക്കാം അല്ലെ? അപ്പൊ ഇവിടെ രണ്ട് കൂട്ടരുടെയും ഫീഡ്ബാക്ക് ഉണ്ട്. വൺസ് മാനേജ്മെന്റ് ഹാസ് ഫിനിഷ് ദ സ്പെസിഫൈങ് സ്റ്റേജ്. ആദ്യത്തെ സ്റ്റേജില് പ്ലാനിങ് സ്റ്റേജില് മാനേജ്മെന്റ് ആണ് അല്ലെ ഒരു ജോലിയുമായി ബന്ധപ്പെട്ട സ്പെസിഫിക്കേഷനും ഗോൾസും കാര്യങ്ങളൊക്കെ ഇന്നതായിരിക്കണമെന്ന് സെറ്റ് ചെയ്യുന്നത് മാനേജ്മെന്റ് അല്ലേ? ആണോ? പ്രധാനമായിട്ടും പ്ലാൻ ചെയ്യുന്നത് മാനേജ്മെന്റ് അല്ലേ? 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 ആ ജോലിയുമായി ബന്ധപ്പെട്ട പ്രത്യേകതകൾ കാര്യങ്ങളൊക്കെ പറയുന്നത് മാനേജ്മെന്റ് ആയിരിക്കും. അപ്പൊ അങ്ങനെ ഒരു പ്രാവശ്യം മാനേജ്മെന്റ് ഇതുപോലെയുള്ള സ്പെസിഫൈങ് സ്റ്റേജ് ഫിനിഷ് ചെയ്തു എന്ന് വിചാരിക്കും. അപ്പൊ ഫസ്റ്റ് സ്റ്റേജ് മാനേജ്മെന്റ് ചെയ്യുന്ന സ്റ്റേജ് ആണ്. അവർ ആ ഒരു സ്റ്റേജ് ഫിനിഷ് ചെയ്തു കഴിഞ്ഞാൽ എംപ്ലോയീസിന് ഒരു അവസരം കൊടുക്കാണ്. എന്തിനുള്ള അവസരം? should have the opportunity to give input on this material. ഈ ഒരു കാര്യത്തെ കുറിച്ചുള്ള കാര്യങ്ങൾ ഇതൊക്കെയാണ് നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. എംപ്ലോയീസിന് അപ്പൊ മാനേജ്മെന്റ് ഇതൊക്കെ പ്ലാൻ ചെയ്തു. അപ്പൊ എംപ്ലോയീസിനെ വിളിക്കുകയാണ്. എംപ്ലോയീസിന് ഒരു അവസരം കൊടുക്കുകയാണ്. അവര് എന്ത് ചെയ്തു? നമ്മൾ ഇന്ന കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നിങ്ങൾ ഈ ഒരു മെറ്റീരിയൽ നോക്കിയിട്ട് ഇനി നിങ്ങളുടെ അഭിപ്രായങ്ങൾ നമ്മുടെ ഇൻപുട്ട് എന്ത് ചെയ്യാം, നിങ്ങളുടെ ഇൻപുട്ട് ഇതിൽ തരാം എന്ന് പറയാണ്. അപ്പോ they are the one doing. എന്തുകൊണ്ടാണ് അവരോട് പറയുന്നത്? എന്തുകൊണ്ട് എംപ്ലോയീസിനോട് കൂടി അവരുടെ ഒരു ഒപ്പീനിയൻ അല്ലെങ്കിൽ ഫീഡ്ബാക്ക് ചോദിക്കുന്നത്? അവരാണത് ചെയ്യേണ്ട ആളുകള്, ശരിയല്ലേ? ഇവര് പ്ലാൻ ചെയ്ത് വെച്ച കാര്യങ്ങൾ ചെയ്യേണ്ടത് ആരാണ്? എംപ്ലോയീസ് ആണ് അല്ലെ? ഈ ഗോൾസും ഒബ്ജക്റ്റീവ്സും ഒക്കെ പൂർത്തിയാക്കേണ്ടതും അറ്റൈൻ ചെയ്യേണ്ടതും ആര് തന്നെയാ? എംപ്ലോയീസ് ആണ് ചെയ്യേണ്ടത് അല്ലെ? അപ്പൊ അവരാണ് ആ ഒരു ജോലി ചെയ്യുന്ന ആളുകൾ എന്ന് പറയുന്നത്. They are the one doing the job and will have a key insight into what's it. അപ്പൊ നമുക്കറിയാം നമ്മൾ ഒരു ജോലി ചെയ്യുമ്പോൾ നമ്മൾ ആ ജോലിയുമായി ബന്ധപ്പെട്ട് എന്തൊക്കെ കഴിവുകൾ വേണം, എന്തൊക്കെ കോമ്പിറ്റൻസി അല്ലെ, എന്തൊക്കെ മത്സര ബുദ്ധികൾ അല്ലെങ്കിൽ എന്തൊക്കെ കഴിവുകള്, എന്തൊക്കെ എബിലിറ്റീസ് എന്തൊക്കെയായിരിക്കണം എന്നൊക്കെയുള്ളത് ആ ഒരു ജോലി ചെയ്യുന്ന ഒരു വ്യക്തിക്ക് അറിയാൻ പറ്റില്ലേ? ഏതൊക്കെ ഗോൾസ് നമുക്ക് വളരെ എഫിഷ്യന്റ് ആയിട്ട് നമുക്ക് നല്ല നല്ല കോൺട്രിബ്യൂഷൻസ് കൊടുത്തുകൊണ്ട് നമുക്ക് നേടിയെടുക്കാൻ പറ്റും, അതും നമുക്ക് അറിയാൻ പറ്റില്ലേ? നമ്മൾ വർക്ക് ചെയ്യുന്ന ഒരു ജോലിയുമായി ബന്ധപ്പെട്ട വ്യക്തമായിട്ടുള്ള അറിവ് നമുക്ക് ഉണ്ടായിരിക്കും അല്ലെ? ഓരോ എംപ്ലോയീസിനുണ്ടാവും. അപ്പൊ അവർ ഇത് തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. അപ്പൊ എംപ്ലോയീസിനോട് ഈ ഒരു മാനേജ്മെന്റ് ഈ ഒരു സ്പെസിഫൈങ് സ്റ്റേജ് അല്ലെങ്കിൽ ഡിഫൈനിങ് സ്റ്റേജ് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവർ എംപ്ലോയീസിന് ഒരു അവസരം കൊടുക്കുന്നു. എംപ്ലോയീസ് ഈ ഒരു മെറ്റീരിയൽ നോക്കിയിട്ട് അവരുടെ ഇൻപുട്ട് അവർക്ക് ഇതിലേക്ക് ഇടാം. മനസ്സിലായോ? അപ്പൊ അവരിൽ നിന്നൊരു ഫീഡ്ബാക്ക് ആണ് ഇവര് നോക്കാം. അതായത് ഇവിടെ ആ ഒരു ജോലി ചെയ്യുന്ന വ്യക്തികൾ എന്ന് പറയുന്നത് എംപ്ലോയീസ് ആണ്. ഇവരിത് സെറ്റ് ചെയ്ത് വെച്ചാലും എംപ്ലോയീസ് ആണ് ആ ജോലി ചെയ്യുന്ന ആളുകൾ. സോ അവർക്കായിരിക്കും കൂടുതൽ ഇത്തരത്തിലുള്ള കാര്യങ്ങളെ കുറിച്ചുള്ള ഒരു കഴിവും അറിവും, അതുപോലെ തന്നെ ഏത് ഗോൾസ് ആയിരിക്കും മോസ്റ്റ് എഫിഷ്യന്റ്ലി കോൺട്രിബ്യൂട്ട് ടു കമ്പനി ഗോൾ അറ്റൈൻമെന്റ്. ഗോളിന്റെ അറ്റൈൻമെന്റിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ അത് നേടിയെടുക്കുന്നതിന് വേണ്ടിയിട്ട് എന്തൊക്കെ കാര്യങ്ങൾ, അതായത് എഫിഷ്യന്റ് ആയിട്ട് നേടിയെടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഗോൾസ് എന്തൊക്കെ സെറ്റ് ചെയ്യണം, അതിനുള്ള കഴിവുകള്, സ്കില്ലുകള് മുതലായവയ്ക്ക് എന്തൊക്കെയാണ് എന്നൊക്കെ അറിയണത് ആർക്കായിരിക്കും? ആ ഒരു ജോലി ചെയ്യുന്ന എംപ്ലോയീസിനായിരിക്കും. അപ്പൊ അവർക്ക് ഒരു ഓപ്പർച്യൂണിറ്റി കൊടുത്തു ഈ പറയുന്ന സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന കാര്യങ്ങളിലൊക്കെ എന്തെങ്കിലുമൊക്കെ ഓക്കെ ആണോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ മാറ്റങ്ങൾ വരുത്തണമെങ്കിൽ ഇവർക്ക് അത് എന്ത് ചെയ്യാം? ഫീഡ്ബാക്കിലൂടെ പറയാം. മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ ഇവിടെ ഒരു എംപ്ലോയിനെയും കൂടി ഉൾപ്പെടുത്തുന്നുണ്ടോ? അവരുടെയും കൂടി ഒരു കമ്മ്യൂണിക്കേഷൻ ഇവിടെ നമ്മൾ നടത്തുന്നില്ലേ? ഉണ്ട് അല്ലെ? ക്ലിയർ ആയോ? ഇത് ഫീഡ്ബാക്ക് സ്റ്റേജ് എന്താന്നുള്ളത് മനസ്സിലായോ? ഇനി മൂന്നാമത്തേതാണ് അപ്രൂവൽ സ്റ്റേജ്. തേർഡ് വൺ ആണ് അപ്രൂവൽ സ്റ്റേജ്. അപ്പൊ അപ്രൂവൽ സ്റ്റേജോട് കൂടി പ്ലാനിങ് തീരാണ് കേട്ടോ. അപ്രൂവൽ സ്റ്റേജ് എന്തായിരിക്കും? രണ്ട് കൂട്ടർക്കും എഗ്രി ചെയ്തു, അതായത് മാനേജ്മെന്റിനും ഓക്കെയാണ് ആ ഒരു പ്ലാൻ, നമ്മുടെ എംപ്ലോയീസിനും ഓക്കെ ആണെന്ന് വിചാരിക്കാം. അപ്പൊ എംപ്ലോയീസ് എന്തെങ്കിലുമൊക്കെ ഫീഡ്ബാക്കുകൾ പറഞ്ഞിട്ടുണ്ട്, ഇന്ന മാറ്റങ്ങൾ നമുക്ക് വരുത്താം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത്തരത്തിലുള്ള മാറ്റങ്ങളൊക്കെ അവർ വരുത്തോട്ടോ. പ്ലാനിങ്ങിൽ അത്തരത്തിലുള്ള ചേഞ്ചസ് ഒക്കെ വരുത്തി കഴിയുമ്പോൾ രണ്ട് കൂട്ടർക്കും ഓക്കെയാണ്. മാനേജ്മെന്റിനും ആ പ്ലാൻ ഓക്കെയാണ്, എംപ്ലോയീസിനും ഓക്കെ ആണെങ്കിൽ എന്ത് ചെയ്യുന്നു? ബോത്ത് എഗ്രി ടു ദ ഡെഫിനിഷൻ ഓഫ് ദ റോൾ, ഗോൾസ് ആൻഡ് ഒബ്ജക്റ്റീവ്. എംപ്ലോയിയും എംപ്ലോയും രണ്ട് കൂട്ടരും എന്ത് ചെയ്യുന്നു? സമ്മതിക്കാണ്, എഗ്രി ചെയ്യാണ്. ഈ ഒരു ജോബുമായി ബന്ധപ്പെട്ട റോൾസ്, ഗോൾസ്, ഒബ്ജക്റ്റീവ്, ഡെഫിനിഷൻ ഓഫ് ദ റോൾസ്, ഗോൾസ് ആൻഡ് ഒബ്ജക്റ്റീവ് എല്ലാം നമുക്ക് ഓക്കെ ആണെന്ന് മാനേജ്മെന്റും എംപ്ലോയിയും സമ്മതിക്കുന്ന സ്റ്റേജ് ആണ് അപ്രൂവൽ സ്റ്റേജ്. മനസ്സിലാവുന്നോ?
ഒന്ന് കണക്ട് ചെയ്ത് പഠിച്ചാൽ മതി കേട്ടോ. ഒരുപാട് ബുദ്ധിമുട്ടൊന്നുമില്ല. നിങ്ങൾ ഒന്ന് കണക്ട് ചെയ്ത് ഒന്ന് മനസ്സിലാക്കി പഠിച്ചിട്ട് കിട്ടും. അപ്പൊ പ്ലാനിങ് സ്റ്റേജിൽ നമ്മൾ എന്താ പറഞ്ഞ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങള്, അതിൽ ആ ഒരു ഡിഫൈനിങ് സ്റ്റേജിൽ നമ്മൾ അവിടെ പ്രാവർത്തികമാക്കിയിട്ടില്ല, ജസ്റ്റ് പ്ലാൻ ചെയ്ത് സെറ്റ് ചെയ്യുന്നേ ഉള്ളൂ. അത് മാനേജ്മെന്റ് ആ ചെയ്യുന്നത്. അതിനുശേഷം അത് ആരിലേക്ക് കൊടുക്കുന്നുണ്ട്? ആരിലേക്ക് കൊടുക്കുന്നേ? ഫീഡ്ബാക്ക് സ്റ്റേജിൽ വരുമ്പോ അത് എംപ്ലോയീസിന് കൊടുക്കുന്നു അല്ലെ. എംപ്ലോയീസിന് അതുമായി ബന്ധപ്പെട്ട് ഫീഡ്ബാക്കുകൾ പറയാനായിട്ടുള്ള ഒരു ഓപ്പർച്യൂണിറ്റി കൊടുക്കുന്നു. കാരണം അവരാണ് ആ ജോലി ചെയ്യേണ്ട ആളുകൾ. സോ അവരിൽ നിന്ന് കിട്ടുന്ന മറ്റേതെങ്കിലും ഫീഡ്ബാക്കുകളോ കാര്യങ്ങളോ ബേസ് ചെയ്തുകൊണ്ട് മാറ്റങ്ങൾ വരുത്തണമെങ്കിൽ മാറ്റങ്ങൾ വരുത്താം. തേർഡ് വണ്ണിലേക്ക് വരുമ്പോ ഏതാ? അപ്രൂവൽ സ്റ്റേജ്. അപ്രൂവൽ സ്റ്റേജിൽ വരുമ്പോ ഏതാ? മാനേജ്മെന്റും എംപ്ലോയീസും ബോത്ത് എഗ്രി ടു ദ ഡെഫിനിഷൻ ഓഫ് ദ റോൾ, ഗോൾസ് ആൻഡ് ഒബ്ജക്റ്റീവ് അല്ലെ. ആ ഒരു ഗോൾസ് ആൻഡ് ഒബ്ജക്റ്റീവ്സും റോൾസും ഒക്കെ അത് പറഞ്ഞിരിക്കുന്ന പ്രകാരമുള്ള കാര്യങ്ങളെല്ലാം മാനേജ്മെന്റും എംപ്ലോയിയും എന്ത് ചെയ്യുന്നുണ്ട്? രണ്ടു കൂട്ടരും ഒരുമിച്ച് എഗ്രി ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ എന്ത് ചെയ്യുന്നുണ്ട്? സമ്മതിക്കുന്നുണ്ട്. സോ ബൈ മേക്കിംഗ് ദിസ് ഫസ്റ്റ് സ്റ്റെപ്പ് ഓഫ് ദ പെർഫോമൻസ് മാനേജ്മെന്റ് പ്രോസസ് collaborative, management set the stage for the process as a whole to be collaborative, and the employee feels that they are involved in goal setting and important thing as evidenced by the Gallup study. അപ്പൊ നമുക്ക് ഇതിൽ നിന്ന് എന്താ മനസ്സിലായി? എന്താ മനസ്സിലായത്? ഇവിടെ ആ ഒരു പെർഫോമൻസ് മാനേജ്മെന്റ് പ്രോസസ്സിലെ ഫസ്റ്റ് സ്റ്റെപ്പിൽ തന്നെ ഇതൊരു കൊളാബറേറ്റീവ് പ്രോസസ് ആണ് അല്ലെ. ഒരു സഹകരണത്തോടു കൂടി നടത്തുന്ന ഒരു പ്രക്രിയയാണെന്ന് മനസ്സിലായോ? മനസ്സിലായോ? മാനേജ്മെന്റിന്റെ ഒറ്റ തീരുമാനത്തിലല്ലല്ലോ ഇത് നടത്തുന്നേ, ആണോ? അല്ല, ഒരു കൊളാബറേറ്റീവ് പ്രോസസ് അല്ലേ? അല്ലേ? ഇതാണ് ഒന്ന് റിപ്ലൈ ചെയ്യാതെ. കൊളാബറേറ്റീവ് പ്രോസസ് അല്ലേ? ആണ് അല്ലേ? അപ്പൊ ഇവിടെ മാനേജ്മെന്റ് എന്ത് ചെയ്യുന്നു? ആ ഒരു പ്രോസസ്സിന് വേണ്ടിയുള്ള പ്ലാനിങ് കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ പോലും അവിടെ നമ്മൾ എംപ്ലോയീസിനെ കൂടി സഹകരിച്ചുകൊണ്ട് അവരെ കൂടി എന്ത് ഫീൽ ചെയ്യിപ്പിക്കുന്നു? എവിഡൻസ് ബൈ ദ ഗാലപ്പ് സ്റ്റഡി. ഗാലപ്പ് സ്റ്റഡി എന്ന് പറഞ്ഞാൽ എംപ്ലോയീസിന്റെ എൻഗേജ്മെന്റുമായി ബന്ധപ്പെട്ട സ്റ്റഡി നടത്തുന്നതാണ് കേട്ടോ ഗാലപ്പ് സ്റ്റഡി എന്ന് പറയുന്നത്. ജസ്റ്റ് മെൻഷൻ ചെയ്തിരിക്കുന്നു മാത്രമേ ഉള്ളൂ. അപ്പൊ അത്തരത്തില് ആ എംപ്ലോയീസിന്റെ എൻഗേജ്മെന്റ് എന്ന് പറയുന്നത് ഈ ഒരു പെർഫോമൻസ് മാനേജ്മെന്റ് പ്രോസസ്സിൽ കൂടുതലല്ലേ? കൂടുതലല്ലേ? അപ്പൊ ഓരോ സ്റ്റേജിലും എംപ്ലോയീസിനോടും കൂടി ചോദിച്ച് അവരിൽ നിന്ന് ഫീഡ്ബാക്കിലൂടെ എടുത്ത് കറക്റ്റ് ചെയ്തിട്ടാണ് അടുത്ത സ്റ്റേജിലേക്ക് പോകുന്നത്. മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ അവിടെ ഒരു നല്ല സഹകരണത്തോടു കൂടി രണ്ടു കൂട്ടരും തമ്മിലുള്ള നല്ലൊരു കമ്മ്യൂണിക്കേഷനിലൂടെയാണ് പോകുന്നത്. അപ്പൊ ആ എംപ്ലോയിക്ക് എന്താ തോന്നുക? ഇപ്പൊ നിങ്ങളാണ് ഇവിടെ ഉള്ളതെങ്കിൽ നിങ്ങൾക്ക് എന്താ ഫീൽ ചെയ്യാം? നമ്മളെയും കൂടി ആ ഗോൾ സെറ്റിങ്ങിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് എന്ന് ഫീൽ ചെയ്യില്ലേ? ഫീൽ ചെയ്യോ? നമ്മളും കൂടി ഉൾപ്പെട്ടിട്ടാണല്ലോ ആ ഒരു ഗോൾ സെറ്റ് ചെയ്തിരിക്കുന്നത് എന്നൊരു കമ്മിറ്റ്മെന്റ് വരില്ലേ? അങ്ങനെ ഒരു ഫീലിംഗ് വരില്ലേ? വരും അല്ലെ? അപ്പൊ അതുണ്ടാക്കിയെടുക്കാനായിട്ട് ഇത് സഹായിക്കുന്നുണ്ട്. മനസ്സിലാവുന്നോ? അപ്പൊ നമ്മൾ കൂടി ഉൾപ്പെട്ടിട്ടുള്ള ഒരു ഗോൾ, ഇപ്പൊ നമ്മുടെ വീട്ടില് നമ്മൾ കൂടി ഉൾപ്പെട്ടെടുത്തൊരു തീരുമാനമാണെങ്കിൽ നമ്മൾ അതിൽ മാക്സിമം എഫേർട്ട് കൊടുക്കില്ലേ? കൊടുക്കോ? നമ്മൾ മാക്സിമം മറ്റൊരാൾ ഫോഴ്സ് ചെയ്ത് ചെയ്യുന്നതും നമ്മുടെയും കൂടി എഫേർട്ട് ഇല്ലെങ്കിൽ നമ്മുടെയും കൂടി ഒപ്പീനിയൻ ചെയ്യുന്ന ഒരു കാര്യമാകുമ്പോൾ, അല്ലെങ്കിൽ നമ്മളെ കൂടി ഉൾപ്പെട്ടിട്ടുള്ള നമ്മുടെ തീരുമാനത്തിൽ കൂടി നടത്തുന്ന ഒരു കാര്യമാകുമ്പോൾ നമ്മൾ മാക്സിമം എഫേർട്ട് എടുക്കും അല്ലെ. അത് തന്നെയാണ് ഇവിടെ ഒരു ഉദ്ദേശിക്കുന്നത്. എന്താ? എംപ്ലോയീസിനെ കൂടി ഉൾപ്പെടുത്തി ചെയ്യുമ്പോൾ എംപ്ലോയിക്ക് എന്ത് ഫീൽ ചെയ്യാണ്? ഞാനും കൂടി ആ ഒരു ഗോൾ സെറ്റിങ്ങിൽ ഇൻവോൾവ് ആയിട്ടുണ്ട് അല്ലെ. ആ ഒരു ഫീലിംഗ് വരുമ്പോ അവർ എന്ത് ചെയ്യും? ഞാനും കൂടി സെറ്റ് ചെയ്തൊരു ഗോളാണ്, അപ്പൊ എന്ത് ചെയ്യണം? മാക്സിമം ഇത് അറ്റൈൻ ചെയ്തെടുക്കാൻ ശ്രമിക്കണം അല്ലെ. ആ ഒരു ഫീലിംഗ് എംപ്ലോയീസിൽ കൊണ്ടുവരാനും അവരുടെ പെർഫോമൻസ് മികച്ചതാക്കാനുമാണ് ഇവിടെ ശ്രമിക്കുന്നത്. മനസ്സിലായോ? ഇപ്പൊ പ്ലാനിങ് പ്രോസസ്സില് 3 സ്റ്റേജ് ആയിട്ട് തിരിച്ചിട്ടുണ്ട്. ഡിഫൈനിങ് സ്റ്റേജ്, ഫീഡ്ബാക്ക് സ്റ്റേജ്, അതുപോലെ തന്നെ അപ്രൂവൽ സ്റ്റേജ്. മനസ്സിലായോ? അത് വേഗം ഒന്ന് ആ ഒരു പ്ലാനിങ് പ്രോസസ് ഒന്ന് വായിച്ചു നോക്കിയേ. വായിച്ച് കഴിയുമ്പോൾ ഒന്ന് റിപ്ലൈ ചെയ്യണേ.
വായിച്ചു കഴിഞ്ഞവരൊന്ന് റിപ്ലൈ ചെയ്യണേ. ഓക്കെ, ശരി, ക്ലിയർ അല്ലേ? ഓക്കെ അല്ലേ? ഫസ്റ്റ് സ്റ്റേജ് ഓക്കെ അല്ലേ? പ്ലാനിങ് ഓക്കെ അല്ലേ? ശരി, നെക്സ്റ്റ് വൺ ആണ് കോച്ചിങ്. കോച്ചിങ് എന്ന് പറഞ്ഞാല് ഇതിലും ഇതുപോലെ തന്നെ കുറച്ച് സ്റ്റേജസിലൂടെയാണ് കടന്നു പോകുന്നത്. കോച്ചിങ്ങില് ഫസ്റ്റ് വൺ ആണ് ഓർഗനൈസ്ഡ് മീറ്റിംഗ്സ് ഓൺ എ ടൈംലി റെഗുലർ ബേസിസ്. അപ്പൊ നമ്മുടെ പ്ലാനിങ് കഴിഞ്ഞു, അടുത്തത് കോച്ചിങ് ആണ്. കോച്ചിങ്ങില് ഫസ്റ്റ് വൺ ആണ് ഓർഗനൈസ്ഡ് മീറ്റിംഗ്സ് ഓൺ എ ടൈംലി റെഗുലർ ബേസിസ്. വളരെ സമയബന്ധിതമായിട്ടും പതിവായിട്ടും മീറ്റിങ്ങുകൾ എന്ത് ചെയ്യുക, സംഘടിപ്പിക്കുക. നോക്കിയേ, when the parameters of the job and objective for the future have been set, the next step എന്നാണ് ട്ടോ അവിടെ. The next step of the performance management process is initiated. എന്തായിരിക്കും? അപ്പൊ അവിടെ ഒരു ജോബുമായി ബന്ധപ്പെട്ട മെഷേഴ്സ്, ഒബ്ജക്റ്റീവ്സ്, മറ്റ് ഗോൾസ്, കാര്യങ്ങളൊക്കെ നമ്മൾ സെറ്റ് ചെയ്യുന്നു അല്ലെ. ഫോർ ദ ഫ്യൂച്ചർ ഹാവ് ബീൻ സെറ്റ്. നമ്മൾ ആ ഒരു ജോബിന് വേണ്ടിയിട്ടുള്ള ഭാവിയിലേക്കുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ ആ ഒരു പ്ലാനിങ് സ്റ്റേജിൽ ഓൾറെഡി സെറ്റ് ചെയ്യുന്നുണ്ട്. സെറ്റ് ചെയ്യുന്നില്ലേ? ചെയ്തോ? സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടോ? സെറ്റ് ചെയ്ത് വെച്ചിരിക്കുമല്ലേ നമ്മൾ അവിടെ? അതെ. ഇനി അടുത്ത സ്റ്റെപ്പ് എന്തായിരിക്കും? അപ്പോ പെർഫോമൻസ് മാനേജ്മെന്റ് പ്രോസസ് എന്ത് ചെയ്യാം? ആരംഭിക്കുക എന്നുള്ളതാണ് അല്ലെ. പെർഫോമൻസ് മാനേജ്മെന്റ് പ്രോസസ് ആരംഭിക്കുക എന്നുള്ളതാണ്. നോക്കിയേ, ദ പ്രോസസ് ഓഫ് കോച്ചിങ് ഈസ് എക്സ്ട്രീംലി ഇമ്പോർട്ടന്റ് and must be carried out on a regular basis. ശരിയല്ലേ? അപ്പൊ ഒരു എംപ്ലോയിക്ക് ആ മീറ്റിംഗ് ഷുഡ് ബി അറ്റ്ലീസ്റ്റ് ക്വാർട്ടർലി, ഓൾദോ മന്ത്ലി മീറ്റിംഗ് ആർ ദ മോസ്റ്റ് സ്യൂട്ടബിൾ. എപ്പോഴും വളരെ റെഗുലർ ആയിട്ട്, പതിവായിട്ട് തന്നെ, പതിവായ രീതിയിൽ റെഗുലർ ആയിട്ടുള്ള ടൈംലി ബേസിസിൽ മീറ്റിംഗ്സ് ഓർഗനൈസ് ചെയ്യുക, വളരെ സമയബന്ധിതമായി തന്നെ മീറ്റിംഗുകൾ സംഘടിപ്പിക്കുക. അതുപോലെ തന്നെ ഇപ്പൊ എപ്പോഴും ഒരു എംപ്ലോയീസിന്, അവിടുത്തെ എംപ്ലോയീസിന് പതിവായി തന്നെ ആവശ്യമായ കോച്ചിങ് പ്രോസസ്സും കാര്യങ്ങളും സ്റ്റാർട്ട് ചെയ്യുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. അതുപോലെ തന്നെ മീറ്റിങ്ങുകൾ, ഇടയ്ക്കിടയ്ക്ക് മീറ്റിങ്ങുകൾ കണ്ടക്ട് ചെയ്യണം. കണ്ടക്ട് ചെയ്യണ്ടേ? ഇപ്പൊ നിങ്ങൾ ഓഫീസിലൊക്കെ വർക്ക് ചെയ്ത ആളുകളുണ്ടെങ്കിൽ അറിയാം, അവിടെ ഒരു മാസത്തിൽ ഒരു ദിവസമെങ്കിലും അറ്റ്ലീസ്റ്റ് എല്ലാ എംപ്ലോയീസിനെയും കൂടി വിളിച്ച് മീറ്റിങ്ങുകൾ കണ്ടക്ട് ചെയ്യും. കണ്ടിട്ടുണ്ടോ? അത് എംപ്ലോയീസിനെയൊക്കെ വിളിച്ചിട്ട് മീറ്റിംഗ്സ് കണ്ടക്ട് ചെയ്യും. എന്താണ്? മീറ്റിംഗ് ഷുഡ് ബി അറ്റ്ലീസ്റ്റ് ക്വാർട്ടർലി. അതായത് ഒരു 3 മാസം കൂടുമ്പോ അല്ലെങ്കിൽ ഒരു വർഷത്തിൽ അറ്റ്ലീസ്റ്റ് ഒരു 4 പ്രാവശ്യമെങ്കിലും കൂടിയിരിക്കണം. ഓൾദോ മന്ത്ലി മീറ്റിംഗ്സ് ആണ് മോസ്റ്റ് സ്യൂട്ടബിൾ അല്ലെ. മാസത്തിൽ ഒരു പ്രാവശ്യമെങ്കിലും ഉള്ള മീറ്റിംഗ് ആണ് ഏറ്റവും അനുയോജ്യമായിട്ടുള്ളത് എന്ന് പറയുന്നത് അല്ലെ. അപ്പൊ ഓർഗനൈസ്ഡ് മീറ്റിംഗ്സ് ഓൺ എ ടൈംലി റെഗുലർ ബേസിസ് എന്ന് പറഞ്ഞാല് നമ്മൾ ഓൾറെഡി ആ ഒരു ജോബുമായി ബന്ധപ്പെട്ട മറ്റ് സ്റ്റാൻഡേർഡ്സും ഒബ്ജക്റ്റീവ്സും ഒക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അത് കഴിഞ്ഞ് ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ആ ഒരു പെർഫോമൻസ് മാനേജ്മെന്റ് പ്രോസസ്സ് ഇനിഷ്യേറ്റ് ചെയ്യുക അല്ലെങ്കിൽ ആരംഭിക്കുക എന്നുള്ളതാണ്. അപ്പൊ അതിന് വേണ്ടിയിട്ട് എപ്പോഴും ആ ഒരു കോച്ചിങ് പ്രോസസ്സ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ആൻഡ് മസ്റ്റ് ബി ക്യാരിഡ് ഔട്ട് ഇൻ റെഗുലർ ബേസിസ്. ഒരു പതിവായ ബേസിസിൽ തന്നെ നമുക്ക് ഒരു പതിവായി തന്നെ ഈ ഒരു കോച്ചിങ് എംപ്ലോയീസിന് കൊടുക്കേണ്ടതായിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു വർഷത്തിൽ അറ്റ്ലീസ്റ്റ് ക്വാർട്ടർലി 4 പ്രാവശ്യമെങ്കിലും മീറ്റിംഗ്സ് കണ്ടക്ട് ചെയ്യുക. ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ടുള്ളത് ഓരോ മന്ത്ലി മീറ്റിംഗ്സ് കണ്ടക്ട് ചെയ്യുന്നതാണ്. ഇനി രണ്ടാമത്തെ സ്റ്റേജ് നോക്കിയേ, പ്രൊവൈഡ് നെസസറി ട്രെയിനിങ്, കോച്ചിങ് ആൻഡ് സൊല്യൂഷൻ. ആവശ്യമായിട്ടുള്ള ട്രെയിനിങ്ങും കോച്ചിങ്ങും സൊല്യൂഷൻസും ഒക്കെ ആവശ്യമായ രീതിയിൽ പ്രൊവൈഡ് ചെയ്യുക. അപ്പൊ അതിലെന്തായിരിക്കും പറയാ? This meeting should concentrate on solutions and coaching opportunities rather than punitive measures for lesser performance. നമുക്കറിയാം, നമ്മൾ ഓൾറെഡി നേരത്തെ പറഞ്ഞു മീറ്റിങ്ങുകൾ കണ്ടക്ട് ചെയ്യണം അല്ലെ. അങ്ങനെ മീറ്റിംഗ് കണ്ടക്ട് ചെയ്യുമ്പോൾ അവിടെ ആ മീറ്റിംഗിൽ എന്ത് കാര്യത്തെയായിരിക്കും കൂടുതൽ ഫോക്കസ് ചെയ്യേണ്ടത്? എന്ത് കാര്യത്തെയായിരിക്കണം? പെർഫോമൻസ് മാനേജ്മെന്റുമായി ബന്ധപ്പെട്ട മീറ്റിംഗ് അല്ലേ. അപ്പൊ അവിടെ മീറ്റിംഗ് നമ്മൾ കണ്ടക്ട് ചെയ്യുമ്പോ അവിടെ എപ്പോഴും ആ എംപ്ലോയീസിന്റെ പെർഫോമൻസുമായി ബന്ധപ്പെട്ട് അവർക്ക് കോൺസെൻട്രേറ്റ് ഓൺ സൊല്യൂഷൻ, അവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുക, അതുപോലെ തന്നെ അവർക്ക് കോച്ചിങ്ങിനുള്ള അവസരങ്ങൾ കൊടുക്കുക. ഇത്തരം കാര്യങ്ങളായിരിക്കണം ആ ഒരു മീറ്റിംഗിൽ പ്രധാനമായിട്ടും കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടത്. അല്ലാതെ പ്യൂണിറ്റീവ് മെഷേഴ്സ് ഫോർ ലെക്സ്റ്റ് പെർഫോമൻസ്. എന്താണ് ലെക്സ്റ്റ് പെർഫോമൻസ് എന്ന് പറഞ്ഞാൽ? മോശമായ പ്രകടനങ്ങൾ കാഴ്ചവെക്കുന്നവർക്കുള്ള പ്യൂണിറ്റീവ് മെഷേഴ്സ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും?
എന്തായിരുന്നു? ശിക്ഷാ നടപടികൾ. അപ്പൊ അത്തരത്തില് മോശമായ പെർഫോമൻസ് കാഴ്ചവെക്കുന്നവർക്ക് ശിക്ഷാ നടപടികൾ കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള മീറ്റിംഗ് ആവരുത്. മനസ്സിലാവുന്നുണ്ടോ? നമ്മൾ മന്ത്ലി മീറ്റിംഗ് ഏറ്റവും സ്യൂട്ടബിൾ ആണെന്ന് പറഞ്ഞല്ലോ. അപ്പൊ അങ്ങനെ മന്ത്ലി ഉള്ള മീറ്റിംഗ്സ് കാര്യങ്ങൾ കണ്ടക്ട് ചെയ്യുമ്പോൾ ആ മീറ്റിംഗ് എപ്പോഴും എന്തിൽ കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കണം എന്നാ പറയുന്നത്? എംപ്ലോയീസിന് എന്തെങ്കിലും പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ അത് സോൾവ് ചെയ്യാം, അതിനൊരു സൊല്യൂഷൻ കണ്ടെത്തി കൊടുക്കാന് കോച്ചിങ്ങിനുള്ള ഓപ്പർച്യൂണിറ്റീസ് അല്ലെങ്കിൽ അവസരങ്ങൾ കൊടുക്കുന്നതിന് വേണ്ടിയിട്ടുമായിരിക്കണം പ്രധാനമായിട്ടും കേന്ദ്രീകരിക്കേണ്ടത്. അല്ലാതെ മോശമായ പെർഫോമൻസ് അല്ലെങ്കിൽ പ്രകടനം കാഴ്ചവെക്കുന്നവർക്കുള്ള ശിക്ഷാ നടപടികൾ സ്വീകരിക്കുന്നതിന് വേണ്ടിയിട്ട് കോൺസെൻട്രേറ്റ് ചെയ്യരുത്. മനസ്സിലായോ? അത് punitive measures for lax performance എന്ന് പറഞ്ഞാൽ മോശമായ പ്രകടനങ്ങള്, punitive measures എന്ന് പറഞ്ഞാൽ ശിക്ഷാ നടപടികൾ സ്വീകരിക്കുക. അപ്പൊ അതിൽ കോൺസെൻട്രേറ്റ് ചെയ്യാതെ മറിച്ച് ആ എംപ്ലോയീസിന്റെ പ്രോബ്ലംസ് എന്താണോ അതിന് സൊല്യൂഷൻ കണ്ടെത്താനും കോച്ചിങ് ഓപ്പർച്യൂണിറ്റീസ് നൽകാനുമാണ് കോൺസെൻട്രേഷൻ ചെയ്യേണ്ടത്. Okay ആണല്ലോ. Then if accountability is made into a negative, then employees will avoid rather than being honest about where they are struggling. അപ്പൊ നമുക്കറിയാം, നമുക്ക് ഒരുപാട് ഇപ്പൊ നമ്മൾ ചെയ്യുന്ന ഒരു ജോലിയുമായി ബന്ധപ്പെട്ട് നമുക്ക് ഒരുപാട് ഉത്തരവാദിത്വം തരാണ്. ആ ഒരുപാട് ഉത്തരവാദിത്വം കിട്ടിക്കഴിഞ്ഞാൽ അത് പോസിറ്റീവ് ആയിരിക്കും നെഗറ്റീവ് ആയിരിക്കും എന്റെ റിസൾട്ട് എന്തായിരിക്കും? നമുക്ക് പറ്റുന്നതിന്റെ മാക്സിമത്തിൽ കൂടുതൽ റെസ്പോൺസിബിലിറ്റി നമ്മുടെ തലയിൽ തരികയാണ്. എന്തായിരിക്കും? അത് പോസിറ്റീവ് ആയിട്ട് എടുക്കും നിങ്ങൾ, അതൊരു നെഗറ്റീവായ ഫീല് വരും. എന്തായിരിക്കും? എന്താണ് ഒരു റിപ്ലൈ ഇല്ലാത്ത? നമുക്ക് ഒരുപാട് റെസ്പോൺസിബിലിറ്റി തരാണ്. ഒരു ജോലിയുമായി ബന്ധപ്പെട്ട് ഒരുപാട് ബുദ്ധിമുട്ട് അല്ലെങ്കിൽ നമുക്ക് ഒരുപാട് റെസ്പോൺസിബിലിറ്റി ഉത്തരവാദിത്തങ്ങൾ തരാണ്. നമുക്ക് പറ്റുന്നതിന് മാക്സിമത്തിൽ കൂടുതൽ. അപ്പൊ അത് നമുക്കൊരു പോസിറ്റീവ് ആയിട്ടുള്ള റിസൾട്ട് ആയിരിക്കും, അല്ലെങ്കിൽ പോസിറ്റീവ് ഫീലിംഗ് ആയിരിക്കും, അല്ലെങ്കിൽ ഒരു നെഗറ്റീവ് ഫീലിംഗ് ആയിരിക്കും കിട്ടാന്ന് വിശ്വസിച്ച്. നെഗറ്റീവ് ആയിരിക്കും അല്ലെ? നെഗറ്റീവ് ഇമ്പാക്ട് ആയിരിക്കും. ശരിയാണ്. എന്തുകൊണ്ടായിരിക്കും? നമുക്ക് ഒരുപാട് സ്ട്രഗിൾ ചെയ്യേണ്ടതായിട്ട് വരും. ശരിയല്ലേ? ആ റെസ്പോൺസിബിലിറ്റിക്ക് പൂർത്തിയാക്കണമെങ്കിൽ നമ്മൾ ഒരുപാട് സ്ട്രഗിൾ ചെയ്യേണ്ടതായിട്ട് വരും. അതുകൊണ്ട് തന്നെ ഇഫ് അക്കൗണ്ടബിലിറ്റി ഈസ് മെയ്ഡ് ഇൻ ടു നെഗറ്റീവ്, ആ ഒരു അക്കൗണ്ടബിലിറ്റി അല്ലെങ്കിൽ ആ ഒരു ഉത്തരവാദിത്തം എന്ന് പറയുന്നത് നെഗറ്റീവായി മാറുകയാണെങ്കിൽ then employees will avoid rather than being honest about where they are struggling. അവർ ആ ഒരു ചെയ്യുന്ന ആ ഒരു സ്ട്രഗിൾ അല്ലെങ്കിൽ ബുദ്ധിമുട്ടുമായി ബന്ധപ്പെട്ട ആ ഒരു ഹോണസ്റ്റി, ആ ഒരു സത്യസന്ധത ചിലപ്പോൾ നഷ്ടപ്പെടാം. ശരിയല്ലേ? ഒരു നെഗറ്റീവായി വരുമ്പോ ആ ഒരു സത്യസന്ധതയിലും ആത്മാർത്ഥതയിലും ചെയ്യുന്ന കാര്യങ്ങളിൽ കോംപ്രമൈസ് വരും. ശരിയല്ലേ? കുറവുകൾ വരും അല്ലെ? Then in certain cases management training in this area can be really helpful to an organization. അപ്പൊ ഇത്തരം സന്ദർഭങ്ങളിൽ ആ എംപ്ലോയീസിന് അവരുടെ ജോലിയുമായി ബന്ധപ്പെട്ട നല്ല രീതിയിലുള്ള മാനേജ്മെന്റ് ട്രെയിനിങ്ങുകൾ കൊടുക്കുകയാണെങ്കിലോ കുറച്ചുകൂടി അത് ഹെൽപ്ഫുൾ ആണ്. ശരിയല്ലേ? ആ ഒരു എംപ്ലോയിക്ക് അവർ ചെയ്യുന്ന ജോലിയുടെ ഭാരം കൂടുതലാണ്. അപ്പൊ അവർക്ക് അതിനുള്ള ഹെൽപ്പുകൾ കൊടുക്കുക, മാനേജ്മെന്റ് അതിനുള്ള ട്രെയിനിങ് കാര്യങ്ങൾ പ്രൊവൈഡ് ചെയ്യുക. അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ കുറച്ചുകൂടി അത് ആ ഓർഗനൈസേഷനും ആ എംപ്ലോയിക്കും ഹെൽപ്ഫുൾ ആയിരിക്കില്ലേ? അപ്പോ പ്രൊവൈഡ് നെസസറി ട്രെയിനിങ്, കോച്ചിങ് ആൻഡ് സൊല്യൂഷൻ ഇത്ര മാത്രമേ പറയുന്നുള്ളൂ. നമ്മുടെ ആനുവൽ ആയിട്ടുള്ള ക്വാർട്ടർലി ആയിട്ടുള്ള മീറ്റിംഗ്സോ അല്ലെങ്കിൽ മന്ത്ലി മീറ്റിംഗ്സോ ഒക്കെ നടത്തുമ്പോൾ മീറ്റിംഗ്സ് എപ്പോഴും എന്തായിരിക്കണം? എന്തിൽ കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കണം? എംപ്ലോയീസിന്റെ സൊല്യൂഷൻസ്, എംപ്ലോയീസിന്റെ പ്രോബ്ലംസിനുള്ള സൊല്യൂഷൻസ് കാണാനും അവർക്കുള്ള കോച്ചിങ് ഓപ്പർച്യൂണിറ്റീസ് നൽകാനുമാണ് കേന്ദ്രീകരിക്കേണ്ടത്. അല്ലാതെ അവരുടെ മോശം പെർഫോമൻസുകൾക്ക് അനുസൃതമായി ശിക്ഷാ നടപടികൾ സ്വീകരിക്കുന്നതിലല്ല കോൺസെൻട്രേഷൻ കൊടുക്കേണ്ടത്. അതുപോലെ തന്നെ ഒരുപാട് ഉത്തരവാദിത്വം കൊടുക്കുമ്പോൾ അത് നെഗറ്റീവിലേക്ക് പോകാനോ അത് അവർ സ്ട്രഗിൾ ചെയ്യുന്നതിനനുസരിച്ച് അവരുടെ ആ ഒരു ഹോണസ്റ്റി നഷ്ടപ്പെട്ടു പോകാനും സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ ഇത്തരം കേസുകളിൽ അവർക്ക് നല്ല രീതിയിലുള്ള മാനേജ്മെന്റ് ട്രെയിനിങ് കാര്യങ്ങളൊക്കെ കൊടുത്താൽ അത് വളരെ ഹെൽപ്ഫുൾ ആയിരിക്കും എന്നാണ് പറയുന്നത്. മൂന്നാമതാണ് സോളിസിറ്റ് ഫീഡ്ബാക്ക് ഓൺ ബോത്ത് സൈഡ്. എന്താ? വളരെ സത്യസന്ധമായിട്ടുള്ള ഫീഡ്ബാക്ക് എന്ത് ചെയ്യാം? രണ്ട് രീതിയിലും, അതായത് ബോത്ത് സൈഡ്സ്, മാനേജ്മെന്റിൽ നിന്നും എംപ്ലോയീസിൽ നിന്നും എന്ത് ചെയ്യുക? സ്വീകരിക്കുകയും നൽകുകയും ചെയ്യുക. നോക്കിയേ, മാനേജ്മെന്റ് ഷുഡ് ബി capable of both giving and receiving honest feedback and work with employees rather than adopting a combative stance. അപ്പൊ മാനേജ്മെന്റ് എപ്പോഴും എങ്ങനെയായിരിക്കണം? കേപ്പബിൾ ഓഫ് മാനേജ്മെന്റ് എംപ്ലോയീസിന് അവരുടെ പെർഫോമൻസിന് അനുസൃതമായിട്ടുള്ള ഫീഡ്ബാക്ക് എംപ്ലോയീസിന് കൊടുക്കണം. അതുപോലെ തന്നെ റിസീവിംഗ് ഹോണസ്റ്റ് ഫീഡ്ബാക്ക്, അതായത് എംപ്ലോയീസ് പറയുന്ന സത്യസന്ധമായിട്ടുള്ള ഫീഡ്ബാക്കുകൾ സ്വീകരിക്കുകയും വേണം അല്ലെ? ആൻഡ് വർക്ക് വിത്ത്
എംപ്ലോയീസ് റാദർ ദാൻ അവരുമായിട്ട് നല്ല രീതിയിൽ സഹകരിച്ച് വർക്ക് ചെയ്യണം. അല്ലാതെ റാദർ ദാൻ അഡോപ്റ്റിംഗ് കമ്പാറ്റീവ് സ്റ്റാൻസ് എന്ന് പറഞ്ഞാല് അവരുടെ കൂടെ നിൽക്കാത്ത മാറി നിൽക്കുന്ന ഒരു വ്യത്യസ്തമായ ഒരു സ്റ്റാൻസ് അല്ലെങ്കിൽ ഒരു നിലപാട് സ്വീകരിക്കാതെ എംപ്ലോയീസുമായിട്ട് നല്ല രീതിയിൽ വർക്ക് ചെയ്യാനും അവർ പറയുന്ന ഹോണസ്റ്റ് ഫീഡ്ബാക്കുകൾ റിസീവ് ചെയ്യാനും അവർക്ക് അവരുടെ പെർഫോമൻസിന് അനുസൃതമായ സത്യസന്ധമായ ഫീഡ്ബാക്കുകൾ നൽകാനും ഒക്കെ ആര് കഴിവുള്ളവരായിരിക്കണം? മാനേജ്മെന്റിന് കഴിവുണ്ടായിരിക്കണം. ആൻഡ് എബിലിറ്റി ടു ഗീവ് ആക്ഷണൽ ഫീഡ്ബാക്ക് ഈസ് ക്രൂഷ്യൽ ഹിയർ. അപ്പൊ അത്തരത്തിലുള്ള ഒരു ആക്ഷൻ എടുക്കുന്ന രീതിയിലുള്ള ഒരു അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു പ്രവർത്തന രീതിയിലുള്ള ഒരു ഫീഡ്ബാക്ക് കൊടുക്കുക എന്ന് പറയുന്നത് ഈ ഒരു അവസരത്തിൽ വളരെ ക്രൂഷ്യൽ ആണ്. അപ്പൊ നല്ല ഹോണസ്റ്റ് ആയിട്ടുള്ള ഫീഡ്ബാക്കുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും സ്വീകരിക്കുകയും കൊടുക്കുകയും ചെയ്യേണ്ടത് ഒരു മാനേജ്മെന്റിന് അതിനുള്ളൊരു നല്ല കഴിവുണ്ടായിരിക്കണം. Then fourth one ആണ് revisit objective as necessary. അപ്പൊ നമ്മൾ ഇവിടെ ഇത്രയും പ്രോസസ് എന്താ ചെയ്തുകൊണ്ടിരുന്നത്? ഇത് പെർഫോമൻസ് മാനേജ്മെന്റ് പ്രോസസ്സ് ആരംഭിക്കുകയാണ് അല്ലെ? അപ്പൊ ആരംഭിച്ചു കഴിഞ്ഞപ്പോ അവർക്ക് റെഗുലർ ആയിട്ടുള്ള ബേസിസിൽ വളരെ സമയബന്ധിതമായിട്ട് തന്നെ അവർക്ക് കോച്ചിങ്ങും കാര്യങ്ങളും കൊടുക്കുന്നു. അതിനനുസരിച്ച് വർഷത്തിൽ ഒരു 4 പ്രാവശ്യമോ അല്ലെങ്കിൽ മന്ത്ലിയോ ഒക്കെ മീറ്റിങ്ങുകൾ കണ്ടക്ട് ചെയ്യുന്നു. ആ മീറ്റിങ്ങുകളിൽ പ്രധാനമായിട്ടും അവരുടെ പ്രശ്നങ്ങളുണ്ടെങ്കിൽ അത് പരിഹരിക്കാനും കോച്ചിങ് അവസരങ്ങളും ഒക്കെയാണ് കോൺസെൻട്രേഷൻ നൽകുന്നത്. അതുപോലെ മാനേജ്മെന്റ് നല്ല രീതിയിലുള്ള ട്രെയിനിങ്ങുകളും കാര്യങ്ങളും ഒക്കെ ആ എംപ്ലോയീസിന് കൊടുത്ത് അവർക്ക് ആ ഒരു ഗോൾ അറ്റൈൻ ചെയ്യാനും ആ ഒബ്ജക്റ്റീവ്സ് നേടിയെടുക്കുന്നതിന് വേണ്ടിയുള്ള സഹായങ്ങൾ ചെയ്തു കൊടുക്കുന്നു. ഇത്രയും ക്ലിയർ അല്ലേ? അതിന് ശേഷം ലാസ്റ്റ് അവരെന്ത് ചെയ്യുന്നു? അവരിൽ നിന്നുള്ള ഫീഡ്ബാക്കുകൾ ഇങ്ങോട്ട് സ്വീകരിക്കുന്നു. നല്ല നല്ല ഹോണസ്റ്റ് ആയിട്ടുള്ള ഫീഡ്ബാക്കുകൾ അവരുടെ പെർഫോമൻസിനെ ബേസ് ചെയ്ത് കൊടുക്കുകയും ചെയ്യുന്നു. ഇത്രയും ഓക്കെയാണോ? സിമ്പിൾ ആയിട്ടൊന്ന് ജനറൽ ആയിട്ടൊന്ന് പറഞ്ഞതാണ് കേട്ടോ. ഇത്രയും ഓക്കെയാണോ? പ്യൂണിറ്റീവ് എന്ന് പറഞ്ഞാല് ശിക്ഷാ നടപടികൾ എന്നാണ് അർത്ഥം. ലക്സ്റ്റ് എന്ന് പറഞ്ഞാൽ മോശമായിട്ടുള്ള അല്ലെങ്കിൽ വളരെ മങ്ങിയ എന്നൊക്കെ നമ്മൾ പറയില്ല, അത്തരത്തിലുള്ള പെർഫോമൻസ്, മോശമായ അല്ലെങ്കിൽ മങ്ങിയ കുറഞ്ഞ പുവർ പെർഫോമൻസ് കാഴ്ചവെക്കുന്ന എന്നുള്ള അർത്ഥമാണ് കേട്ടോ. അപ്പൊ നോക്കി ഇനി ലാസ്റ്റ് വണ്ണാണ് റീവിസിറ്റ് ഒബ്ജക്റ്റീവ് ആസ് നെസസറി. അപ്പൊ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഫീഡ്ബാക്കുകൾ കൊടുത്തു അല്ലെ? അപ്പൊ എംപ്ലോയീസിന്റെ പെർഫോമൻസുമായി ബന്ധപ്പെട്ട ഹോണസ്റ്റ് ഫീഡ്ബാക്കുകൾ മാനേജ്മെന്റ് അവർക്ക് നൽകുന്നു. അവര് മാനേജ്മെന്റുമായി ബന്ധപ്പെട്ട ഈ പ്രക്രിയയുമായി ബന്ധപ്പെട്ട ഫീഡ്ബാക്കുകൾ ഇങ്ങോട്ടും കൊടുക്കുന്നു. അതിനൊരു സ്വീകരിക്കുകയും ചെയ്യും. രണ്ടു കൂട്ടരും തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഫീഡ്ബാക്ക് ഒക്കെ സത്യസന്ധമായിട്ട് തന്നെ കൊടുത്തു കേട്ടോ. ഇനി അടുത്തത് റീവിസിറ്റ് ഒബ്ജക്റ്റീവ് ആസ് നെസസറി. എന്താ? ആവശ്യാനുസരണം ലക്ഷ്യങ്ങളിൽ എന്ത് ചെയ്യുക? ഒബ്ജക്റ്റീവ്സ് പുനഃക്രമീകരണം അല്ലെങ്കിൽ പുനഃപരിശോധന നടത്തുക. എന്തുകൊണ്ടാണ് പുനഃപരിശോധന നടത്തുന്നത്? നമ്മൾ എന്ത് കാര്യം പ്ലാൻ ചെയ്യുമ്പോഴും അത് നടപ്പിലാക്കുമ്പോഴല്ലേ അതിലുള്ള മിസ്റ്റേക്ക് കണ്ടെത്താൻ പറ്റാം അല്ലെ? നമ്മൾ എന്ത് സെറ്റ് ചെയ്ത് വെച്ചാലും അത് നമ്മൾ പ്രാവർത്തികമാക്കി ചെയ്യുമ്പോഴാണ്, അത് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് അത് ഇങ്ങനെയല്ലോ അങ്ങനെയായിരുന്നു വേണ്ടത് എന്നൊക്കെ തോന്നുന്നത് അപ്പോഴല്ലേ അല്ലേ? തോന്നാറില്ലേ അങ്ങനെ എന്തെങ്കിലും ഒക്കെ? അപ്പൊ അങ്ങനെ നമ്മളിവിടെ അതിനു വേണ്ടിയാണ് ഫീഡ്ബാക്കുകൾ എടുക്കുന്നത്. അപ്പൊ ആ ഒരു പ്രോസസ്സിൽ ചിലപ്പോ ചില ഒബ്ജക്റ്റീവ്സ് അല്ലെങ്കിൽ ഗോൾസ് ഒക്കെ നമ്മൾ ആ രീതി ഫോളോ ചെയ്താൽ, ചിലപ്പോൾ പറയുന്ന രീതി ഫോളോ ചെയ്താൽ ചിലപ്പോൾ നമുക്ക് കിട്ടാണമെന്നില്ല അല്ലെങ്കിൽ നേടിയെടുക്കാൻ സാധിക്കണമെന്നില്ല. അല്ലെങ്കിൽ ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ മാറ്റങ്ങൾ കാര്യങ്ങളൊക്കെ അതിൽ വരുത്തേണ്ടതായിട്ട് വരും. അതിനാണ് ഈ ഒരു സ്റ്റേജ് വെച്ചിരിക്കുന്നത്. റീവിസിറ്റ് ഒബ്ജക്റ്റീവ്
ഓക്കെ, അപ്പൊ നമ്മൾ ഫോർത്ത് പോയിന്റ് ആണ് പറഞ്ഞുകൊണ്ടിരുന്നത്. റീവിസിറ്റ് ഒബ്ജക്റ്റീവ് ആസ് നെസസറി. ഇതിൽ പറയുന്നത് ആവശ്യമാണെങ്കിൽ ഒബ്ജക്റ്റീവ്സിൽ എന്ത് ചെയ്യാം, പുനഃപരിശോധനകൾ നടത്തുക, തിരുത്തലുകൾ വരുത്തുക, അത് തന്നെയുള്ളൂ കേട്ടോ. അപ്പൊ പെർഫോമൻസ് മാനേജ്മെന്റ് പ്രോസസ്സ് നടന്നുകൊണ്ടിരിക്കുമ്പോ ആ മാനേജ്മെന്റ് എന്ത് ചെയ്യാം, ഒന്നുകൂടി ആ ഒബ്ജക്റ്റീവ്സ് ഒന്നുകൂടി പുനഃപരിശോധന നടത്തുക. if correction should be made, എന്തെങ്കിലും കറക്ഷൻസ് അല്ലെങ്കിൽ തിരുത്തലുകൾ നടത്തണമെങ്കിൽ ആ തിരുത്തലുകൾ നമുക്കിവിടെ നടത്താവുന്നതാണ്. As well as pay attention to career development opportunity for their employees. അതുപോലെ തന്നെ എംപ്ലോയീസിന് നല്ല രീതിയിലുള്ള കരിയർ ഡെവലപ്മെന്റ് ഓപ്പർച്യൂണിറ്റി കാര്യങ്ങളൊക്കെ കിട്ടുന്ന രീതിയിൽ അതിനു കൂടി കുറച്ചുകൂടി ശ്രദ്ധ കൊടുത്തുകൊണ്ടുള്ള മാറ്റങ്ങളായിരിക്കണം വരുത്തേണ്ടത്. And this step consists of reviewing the overall performance of the employee, how well the process itself worked. അപ്പൊ ഇവിടെ എന്താണ് ഓവറോൾ പെർഫോമൻസ് ഓഫ് ദ എംപ്ലോയീസ്, എങ്ങനെയാണ് ഈ ഒരു പറഞ്ഞിരിക്കുന്ന ഗോൾസ് അല്ലെങ്കിൽ എന്താണ് ഒബ്ജക്റ്റീവ്സ് അനുസൃതമായിട്ട് അവർക്ക് നല്ല രീതിയിൽ ആ ഒരു പ്രോസസ്സിലൂടെ വർക്ക് ചെയ്യാൻ സാധിക്കുന്നുണ്ടോ, ആൻഡ് ഇംപ്രൂവ്ഡ് വിത്ത് റിവാർഡ് വിച്ച് ഈസ് എക്സ്ട്രീംലി വൈറ്റൽ പാർട്ട് ഓഫ് ദ എൻറ്റയർ പ്രോസസ്. അതുപോലെ തന്നെ റിവാർഡ് സംവിധാനങ്ങളും കാര്യങ്ങളും ഒക്കെ നമുക്ക് നടപ്പിലാക്കി ഈ ഒരു എൻറ്റയർ പ്രോസസ്സ് വളരെ പ്രധാനമാക്കി കൊണ്ടുവരാനായിട്ട് സാധിക്കുമോ. അപ്പൊ ഈ ഒരു റീവിസിറ്റ് ഒബ്ജക്റ്റീവ് ആസ് നെസസറി എന്ന് പറയുന്ന ഇതിൽ മാത്രം എന്താണ് ഫീഡ്ബാക്കുകൾ കാര്യങ്ങളും കളക്ട് ചെയ്യുന്നു, അതിനനുസൃതമായിട്ട് ആ ഒരു പെർഫോമൻസ് മാനേജ്മെന്റ് പ്രോസസ്സിൽ ഓൾറെഡി സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ഒബ്ജക്റ്റീവ്സ് പുനഃപരിശോധിക്കുകയും ആവശ്യമായിട്ടുള്ള കറക്ഷൻസ് അല്ലെങ്കിൽ തിരുത്തലുകളും മാറ്റങ്ങളും വരുത്തുകയുമാണ് ചെയ്യുന്നത്. അപ്പൊ അതിനനുസരിച്ച് അതിലൊരു ആ ഒരു എംപ്ലോയീസിന്റെ കരിയർ ഡെവലപ്മെന്റിനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി കൂടി കോൺസെൻട്രേറ്റ് ചെയ്തുകൊണ്ടുള്ള തിരുത്തലുകളും കറക്ഷൻസും ആയിരിക്കും ഇവിടെ കൊണ്ടുവരിക കേട്ടോ. അപ്പൊ റീവിസിറ്റ് ഒബ്ജക്റ്റീവ് ആസ് നെസസറി വരെയും കഴിഞ്ഞ അടുത്ത ക്ലാസ്സിൽ വായിച്ചിട്ട് വരാം. നെക്സ്റ്റ് ക്ലാസ്സിൽ വരുമ്പോൾ ഡൗട്ട്സോ കാര്യങ്ങളോ ചോദിക്കാം കേട്ടോ. അപ്പൊ ഇവിടെ നമ്മുടെ കോച്ചിങ് വരെയാണ് കംപ്ലീറ്റ് ചെയ്തിരിക്കുന്നത്. തേർഡ് സ്റ്റേജ് റിവ്യൂവിംഗ് ആണ്, അത് നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ എടുക്കാം. ഓക്കെ, താങ്ക് യു.